സ്തോത്രം നിങ്ങളുടെ മധ്യത്തിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ആത്മാവ് എന്നെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടെ നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ ഒരുമിച്ചെടുക്കുന്നത് വളരെ നല്ലതാണ്. ഇല്ല എങ്കിൽ സ്തോത്രം സ്ക്രീനിലേക്ക് നോക്കി വളരെ ശബ്ദമുയർത്തി ശക്തിയോടെ വായിച്ചാട്ടെ. ഒരുത്തന് ആത്മാവിനാൽ ജ്ഞാനത്തിൻ്റെ വചനവും മറ്റൊരുത്തന് അതേ ആത്മാവിനാൽ പരിജ്ഞാനത്തിൻ്റെ വചനവും നൽകപ്പെടുന്നു. വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം, മറ്റൊരുവന് അതേ ആത്മാവിനാൽ രോഗശാന്തികളെ വരം. 10-ാം വാക്യം, മറ്റൊരുവന് വീര്യപ്രവർത്തികൾ, മറ്റൊരുവന് പ്രവചനം, മറ്റൊരുവന് ആത്മാക്കള വിവേചനം, മറ്റൊരുവന് പലവിധ ഭാഷകൾ, മറ്റൊരുവന് ഭാഷകളുടെ വ്യാഖ്യാനം. 9-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് എഴുതി കാണുന്നു, അതേ ആത്മാവിനാൽ രോഗശാന്തികളുടെ വരം ബഹുവചനത്തിൽ എഴുതിയിരിക്കുകയാണ്. സ്തോത്രം. അതെ, 3 തരത്തിലുള്ള വരങ്ങളുണ്ടെന്ന് കഴിഞ്ഞ സെഷനുകളിൽ നാം ദൈവകൃപയാൽ കേൾക്കുകയുണ്ടായി. അതെ, 3 തരത്തിലുള്ള വരങ്ങളുണ്ട്. മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, ദൈവ ശക്തിയെ വെളിപ്പെടുത്തുന്നതായ വരങ്ങളാണ് 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായത്തിൽ കാണുന്നത്. മിനിസ്റ്റോറിയൽ ഗിഫ്റ്റ്സ്, ശുശ്രൂഷ വരങ്ങളെന്ന് സ്തോത്രം അതെ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ കാണുവാൻ തക്കോണം കഴിയുന്നു. മോട്ടിവേഷണൽ വരങ്ങൾ, ഉൾപ്രേരകമായി ഉത്തേജനമായി നൽകുന്ന മോട്ടിവേഷണൽ വരങ്ങൾ റോമർക്ക് ലേഖനം 12-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. 3 വിഭാഗങ്ങളുള്ള വരങ്ങളാണ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് ആണ് ദൈവം സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. ദൈവം സ്നേഹം ആകുന്നു. അതുകൊണ്ട് ദൈവം ഊറ്റുന്നവനല്ല, അവൻ തരുന്നവനാണ്. മോഹം നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സ്നേഹം നിങ്ങൾക്ക് തന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്നേഹം ഉണ്ട് എന്നല്ല, പകരം ദൈവം സ്നേഹം തന്നെ. ഒന്ന് ആരോഗ്യത്തോടെ പറഞ്ഞാട്ടെ, ദൈവം സ്നേഹം തന്നെ. സ്നേഹം എപ്പോഴും തരുന്നതാണ്. മണവാട്ടിയാക്കുന്നതായ ദൈവത്തിൻ്റെ സഭയ്ക്ക് മണവാളനാകുന്നതായ കർത്താവ് തരുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൽ വേദപുസ്തകത്തിലെ ആദ്യ പുസ്തകങ്ങളിലൊന്ന് ഒരു വിവാഹത്തിൻ്റെ ഫിക്സേഷൻ അബ്രഹാമിൻ്റെ സ്തോത്രം ദാസനാൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. സാറയുടെ മരണത്തിന് ശേഷം ആ വീട്ടിൽ വന്നതായ വാക്വം, ആ വീട്ടിൽ വന്നതായ ശൂന്യതയെ നിറയ്ക്കുവാൻ തക്കവണ്ണം ഒരു മരുമകളെ തനിക്ക് വേണമെന്ന് അബ്രഹാം ആഗ്രഹിച്ചിട്ട്, തൻ്റെ മകന് ഒരു ഭാര്യ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് ആ ഭവനത്തിൻ്റെ ദാസനെ പറഞ്ഞയക്കുന്നു. ചിലരെങ്കിലും എലിയാസർ എന്ന് പറയും, അങ്ങനെ എഴുതിയിട്ടില്ല. എലിയാസർ ഒരു ദാസനാണ്. പക്ഷേ അതേ സമയത്ത് ആ വീടിന് തത്തുല്യമായി മാനേജറായിരിക്കുന്ന നല്ലൊരു വിശ്വസ്തനായ ദാസനെ പറഞ്ഞയക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് 24-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നത്. റബേക്കയെ കണ്ട് ഫിക്സ് ചെയ്യുന്നതായ സമയത്ത് അവൾക്ക് മൂക്കുത്തിയും മറ്റ് വളയും ആഭരണങ്ങളും നൽകി അത് ഫിക്സ് ചെയ്തു. സഹോദരന്മാരെ, ആ വിവാഹം ഫിക്സ് ചെയ്തതുപോലെ കുഞ്ഞാടിന്റെ വിവാഹത്തിന് വേണ്ടി ദൈവത്തിന്റെ സഭയെ ഫിക്സ് ചെയ്തിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു എന്ന സ്തോത്രം അതെ ക്രിസ്തു എന്ന മണവാളന് നിർമ്മല കന്യകയായി സ്തോത്രം അതെ അവൻ നമ്മെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. ആ വിവാഹ നിശ്ചയം കഴിഞ്ഞവരാണ് ദൈവത്തിൻ്റെ സഭ. അവർക്കായി കർത്താവ് നൽകിയിരിക്കുന്നതായ കാര്യാദികളാണ് സ്തോത്രം അതെ പരിശുദ്ധാത്മാവിൻ്റെ വിവിധ വരങ്ങൾ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ളതായ വരങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം മോട്ടിവേഷണൽ ഗിഫ്റ്റ്സ്, അതെ മാനിഫെസ്റ്റേഷൻ ഗിഫ്റ്റ്സ്, അതുപോലെ മിനിസ്റ്റോറിയൽ ഗിഫ്റ്റ്സ്. സ്തോത്രം അതെ മോട്ടിവേഷൻ, ഉത്സാഹിപ്പിക്കുന്നത്, അതുപോലെ ശുശ്രൂഷയുടെ വരങ്ങൾ, മാനിഫെസ്റ്റ് ദൈവശക്തിയെ വെളിപ്പെടുത്തുന്ന വരങ്ങൾ. ഇന്ന് രാവിലെ നമ്മൾ കേൾക്കുകയുണ്ടായി, ഈ ക്രിസ്മസ് കാലയളവിൽ പാരമ്പര്യ പള്ളികളിൽ നമ്മളിങ്ങനെ പാടാറുണ്ട്, മൂര്, പൊന്ന്, കുന്തിരിക്കം എന്നിവ കാഴ്ചയായി യേശുവിന് അർപ്പിച്ചു. അവിടേക്ക് 3 സാധനങ്ങളെയാണ് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 3 വരങ്ങളുണ്ട്, 3 കാര്യങ്ങളാണ് യേശുവിന് മുന്നിൽ വെച്ചത്. മൂര്, പൊന്ന്, കുന്തിരിക്കം. അത് 3 യേശുവിൻ്റെ മിനിസ്റ്റോറിയൽ ഓഫീസിനെ കാണിക്കുന്നു. യേശു കർത്താവിൻ്റെ 3 ശുശ്രൂഷ മണ്ഡലങ്ങളെ അത് കാണിക്കുകയാണ്. മൂര് യേശുവിൻ്റെ പ്രവചന ശുശ്രൂഷയെ കാണിക്കുന്നു. കുന്തിരിക്കം യേശു കർത്താവ് ശ്രേഷ്ഠ മഹാപുരോഹിതനായതുകൊണ്ട് അവൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയെ കാണിക്കുന്നു. അതേ പൊന്ന് യേശു കർത്താവ് രാജാതി രാജാവായതുകൊണ്ട് അവൻ്റെ രാജ്യത്വത്തെ കാണിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്.
പഴയ നിയമത്തിൽ 3 കൂട്ടരെ ദൈവം അഭിഷേകം ചെയ്തു. പുരോഹിതന്മാരെ, രാജാക്കന്മാരെ, അതുപോലെ പ്രവാചകന്മാരെ. പഴയ നിയമത്തിൽ 3 കൂട്ടരെ, പ്രവാചകന്മാരെ, പുരോഹിതന്മാരെ, രാജാക്കന്മാരെ ദൈവം അഭിഷേകം ചെയ്തെങ്കിൽ യേശു കർത്താവിന്റെ മുൻപിൽ അത് തെറ്റിപ്പോയതേയില്ല. സ്തോത്രം. അതെ, ഇറാനിൽ നിന്നാണോ, ഇറാഖിൽ നിന്നാണോ, ചൈനയിൽ നിന്നാണോ, ഈവൻ ഇന്ത്യയിൽ നിന്നാണോ അറിയത്തില്ല, ഈസ്റ്റിൽ നിന്ന്, കിഴക്ക് നിന്ന് പുറപ്പെട്ടതായ വിദ്വാൻമാർ 3 കാര്യങ്ങളെ യേശുവിന്റെ മുൻപിൽ വയ്ക്കുകയുണ്ടായി. ഈ 3 വരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. കേൾക്കുന്നവർ ആമേൻ പറഞ്ഞാട്ടെ. 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം, 2 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം വായിക്കുമ്പോൾ സ്തോത്രം, അവിടെ വേദപുസ്തകം പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത്. സ്തോത്രം. ഒരു കണ്ണ് കണ്ടിട്ടില്ല. 1 കൊരിന്ത്യർ 2:9, റൈറ്റ്? സ്തോത്രം. അതെ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത് എന്താണ്? ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. 1 കൊരിന്ത്യർ 2:9 ഞാൻ പറഞ്ഞത്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കുന്നത്. സ്തോത്രം. കാണുവാനുണ്ട്, കേൾപ്പാനുണ്ട്. അതേ, സ്തോത്രം. കാണുവാനുണ്ട്, കേൾപ്പാനുണ്ട്, മനസ്സിലാക്കുവാനുണ്ട്, അല്ലെങ്കിൽ അനുഭവിപ്പാനുണ്ട്. അവിടെയും 3 കാറ്റഗറി നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 3 തരത്തിലുള്ള വരങ്ങളുണ്ടെങ്കിൽ 3 തരത്തിലുള്ളതായ കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിലും ദൈവത്തിൻ്റെ സഭയ്ക്ക് അനുഭവിപ്പാനുള്ളത്. മനസ്സിലാക്കുവാനുണ്ട്, കാണുവാനുണ്ട്, കേൾപ്പാനായിട്ടുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ കേൾക്കുന്ന വരങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടു. സ്തോത്രം. അന്യഭാഷ കേൾക്കുന്നതാണ്, വ്യാഖ്യാനം കേൾക്കുന്നതാണ്, പ്രവചനം കേൾക്കുന്നതാണ്. എന്നാൽ സ്തോത്രം, സെക്കൻഡ് കാറ്റഗറിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇൻകംപ്ലീറ്റ് ആണ് ഈ സ്റ്റഡി. ഉപവാസ പ്രാർത്ഥന അവസാന ആഴ്ചയിലാണല്ലോ. മറ്റ് ദിവസങ്ങളിൽ ഗംഭീരമായി മുന്നേറുവാൻ പ്രാപിപ്പാനൊക്കെ ദൈവം കൃപ ചെയ്യുമാറാകട്ടെ. സോ ഇന്ന് നാം കേൾക്കുന്നത് ഗിഫ്റ്റ്സ് ഓഫ് ഹീലിംഗ്. സ്തോത്രം. സൗഖ്യങ്ങളുടെ വരം. ഈ വരം മാത്രം പ്ലൂറലായി എഴുതിയിരിക്കുന്നു, സൗഖ്യങ്ങളുടെ വരം. ബാക്കിയുള്ള എല്ലാ വരങ്ങളും, ബാക്കിയുള്ള 8 വരങ്ങളും സിംഗുലറായി എഴുതിയിരിക്കുമ്പോൾ, ഏകവചനത്തിൽ എഴുതിയിരിക്കുമ്പോൾ, ഇത് മാത്രം പ്ലൂറൽ, ബഹുവചനത്തിൽ എഴുതിയിരിക്കുന്നു. എന്താ കാര്യമെന്ന് പറയുന്നതിന് മുൻപ് വളരെ ശക്തമായി ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുക്കണമേ. ഇവാഞ്ചലിസത്തിന്, സുവിശേഷീകരണത്തിന് ആവശ്യമല്ല, അത്യന്താപേക്ഷിതമായിരിക്കുന്ന വരമാണ് രോഗശാന്തികളുടെ വരം. ആർക്കും വേണ്ടേ? 140 കോടി ജനമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം, ഭാരതത്തിലുള്ള സകല ഗ്രാമങ്ങളും പട്ടണങ്ങളും മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് വചനമായി മാത്രമല്ല ശക്തിയിലും കേൾക്കുവാൻ വളരെ അത്യാവശ്യമായി ഗംഗ, ബ്രഹ്മപുത്ര, അതേ സിന്ധു, കൃഷ്ണ, കാവേരി പോലെ മഹാനദികൾ ഒഴുകുന്നത് പോലെ മറ്റൊരു നദി ഒഴുകുന്നു എങ്കിൽ അത് യേശുവിൻ നാമത്തിൽ വെളിപ്പെടുന്ന രോഗശാന്തികളുടെ വരം തന്നെയായിരിക്കട്ടെ. സൗഖ്യങ്ങളുടെ വരം വളരെ ആവശ്യമല്ല, അത്യാവശ്യം മാത്രമേ. രോഗശാന്തികളെ വിമർശിക്കുന്നവരുണ്ട്, ഓൺലൈനുണ്ട്. പക്ഷേ എങ്കിലും പറയട്ടെ, രോഗശാന്തികളെ വിമർശിക്കുന്നവരുണ്ട്, രോഗശാന്തികളെ കുറ്റം പറയുന്നവരുണ്ട്, രോഗശാന്തി ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ വേദപുസ്തകത്തിൽ യേശുവിൻ്റെ ശുശ്രൂഷയാണ് നമുക്ക് മാതൃകാ ശുശ്രൂഷ. ഒരിക്കൽ കൂടെ, ഒരു അച്ചാച്ചൻ്റെ ശുശ്രൂഷയല്ല മാതൃകാ ശുശ്രൂഷ. സ്തോത്രം. യേശുവിൻ്റെ ശുശ്രൂഷയാണ് മാതൃകാ ശുശ്രൂഷ. യേശു എവിടെ കടന്നുപോയോ അവിടെ വചനം പറഞ്ഞു, അവിടെ രോഗികൾ സൗഖ്യമായി. 2 കാലുകൾ ഒരുപോലെ ചലിക്കുന്ന പോലെ, 2 കൈകൾ ഒരുപോലെ ചലിക്കുന്നത് പോലെ, ഒരു വശത്ത് വചനത്തിന്റെ ശുശ്രൂഷയും മറുവശത്ത് ശക്തിയുടെ പ്രദർശനമായി ദൈവശക്തി വ്യാപരിക്കട്ടെ. പ്രവർത്തിക്കുന്ന വരങ്ങളുടെ കൂട്ടത്തിൽ 3 എണ്ണമാണുള്ളത്. ഞാൻ ആവർത്തിക്കുന്നു, വർക്കിംഗ് ഗിഫ്റ്റ്സ്, അല്ലെങ്കിൽ സ്തോത്രം പ്രവർത്തിക്കുന്ന വരങ്ങൾ. ഒന്ന് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, സ്തോത്രം, അതെ, വിശ്വാസം എന്ന വരം. ഒന്ന് ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത്, പ്രവർത്തിക്കുന്ന വരങ്ങളിൽ ഒന്നാമത് അത് വിശ്വാസം എന്ന വരം. 2 ഗിഫ്റ്റ്സ് ഓഫ് വർക്കിംഗ് മിറക്കിൾസ്, അതെ, ആ വീര്യപ്രവർത്തികളുടെ വരം. Gifts of working miracles, വീര്യപ്രവർത്തികളുടെ വരം. നമ്പർ 3, gifts of healing. സോ വിശ്വാസം എന്ന വരം, വീര്യപ്രവർത്തികളുടെ വരം, രോഗശാന്തികളുടെ വരം. വിശ്വാസം, വീര്യപ്രവർത്തികൾ, രോഗശാന്തികൾ കേട്ടിരിക്കാനുള്ളതല്ല, കൊണ്ടു നടക്കാനുള്ളതാണ്, അനുഭവിപ്പാനുള്ളതാണ്. 2 കാര്യങ്ങൾ ഇന്ന് രാത്രി ഈ സ്തോത്രം ഹാളിലും ഈ ഓൺലൈനായിരിക്കുന്നവർ സംഭവിക്കും. ഒന്നുകിൽ നിങ്ങൾ സൗഖ്യമാകും, ഇല്ലെങ്കിൽ ആയിരങ്ങളെ സൗഖ്യമാക്കാനായി ദൈവം നിങ്ങളെ ഒരുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
എൻ്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവ് ഇന്ന് രാത്രി ഒരു മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത് പോലെ ഈ വരത്തിൽ നമ്മെ ചാർജ് ചെയ്ത് എഴുന്നേൽപ്പിക്കുമാറാകട്ടെ. കരങ്ങൾ അടിക്കുന്നെങ്കിൽ അല്പനേരം കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ച് വേദപുസ്തകത്തിന്റെ ഉടനീളം നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ദൈവം സൗഖ്യങ്ങളെ ദൈവമാണ്. സ്തോത്രം. ദൈവം സൗഖ്യങ്ങളെ ദൈവം എന്ന് പറഞ്ഞ് 2-3 പേരെ മാത്രമല്ല ദൈവം സൗഖ്യമാക്കുന്നത്. സംടൈംസ് ചില അവസരങ്ങളിൽ സ്തോത്രം ദൈവം മാസ് ഹീലിംഗ്, കൂട്ട സൗഖ്യമായി ദൈവം ചലിച്ചത് വേദപുസ്തകം പഠിപ്പിക്കുന്നു. കൂട്ട വിടുതലുകളും കൂട്ട സൗഖ്യങ്ങളും ചിലയിടങ്ങളിൽ ആവശ്യമുണ്ടെങ്കിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഉദാഹരണമായി 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് പുറത്തു വരികയാണ്. പുറപ്പാടിൻ്റെ സമയമാണ്. നാം കേട്ടിട്ടുണ്ട്, പോഷകാംശ ആഹാരം നേരെയില്ലാതെ ശരാശരി ആയുസ് 50 വയസ്സ് വരെ മാത്രമായിരുന്നു ഈജിപ്തിലായിരുന്നപ്പോൾ ജനത്തിനുണ്ടായിരുന്നത്. അവർക്ക് പോഷകാഹാരമില്ല, ഭിക്ഷക്കാരായി സ്തോത്രം അവർ ആയിരിക്കുകയാണ്. എന്നാൽ സ്തോത്രം ആ വിടുതലിൻ്റെ രാത്രിയിൽ കർത്താവ് മോശയോട് പറഞ്ഞു, ഇന്ന് രാത്രി വിടുതലിൻ്റെ രാത്രിയാണ്, അടിമകൾ ഒരിക്കലും ചെരുപ്പിടാൻ പാടില്ല. പക്ഷെ വിശ്വാസത്താൽ ഇവർ ചപ്പൽ നേരത്തെ ഉണ്ടാക്കിയത് കൊണ്ടാണ് പിന്നത്തേതിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അവർ ഇട്ടതായ ചെരുപ്പ് തേഞ്ഞു പോയില്ല. ഹല്ലേലൂയ. അർത്ഥം എന്നും ഇങ്ങനെ അല്ല ലൈഫ്. നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ ഒറ്റ സെക്കൻഡ് മതി. പാസ്ഓവർ ലാം, പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തത്തിയെടുത്ത് കട്ടലക്കാരും മേലും കുറുമടി മേലും പൂശി ഇസ്രായേൽ സ്തോത്രം പുറത്തേക്ക് വരികയാണ്. സ്തോത്രം. പോഷകാംശം ഉള്ളതായ ആഹാരം കഴിക്കാതെ ബലഹീനരായി രോഗികളായി ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു കിടരോഗികളായിട്ടുള്ളവർ കാണാം, പാരാലിസിസ് ആയിട്ടുള്ളവർ കാണാം, തളർവാദ രോഗികളുണ്ടായിരിക്കും. പക്ഷേ ആ പെസഹ കുഞ്ഞാടിൻ്റെ സ്തോത്രം രക്തം കട്ടലക്കാരും മേൽ പുരട്ടിയപ്പോൾ, കുറുമ്പടി മേൽ പുരട്ടിയപ്പോൾ, പെസഹ കുഞ്ഞാടിൻ്റെ മാംസം തിന്നപ്പോൾ, പാസ്ഓവർ മീൽ പെസഹ കുഞ്ഞാടിന്റെ മാംസം തിന്നപ്പോൾ ആ ജനത്തിന്മേൽ ദൈവത്തിന്റെ സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിച്ചു. വേദപുസ്തകം പറയുന്നു, there was none feeble among them. അവരിൽ ഒരുത്തൻ പോലും ബലഹീനൻ ഉണ്ടായതേ ഇല്ല. 30 ലക്ഷം ജനം അന്ന് രാത്രി ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരുത്തൻ പോലും രോഗത്തോടെ പുറത്ത് വന്നിട്ടില്ല. സഹോദരി സഹോദരന്മാരെ, ആ കർത്താവ് ഏത് ഹൈസിന്റെ നിയന്ത്രണം ഇന്ന് രാത്രി ഏറ്റെടുത്തിരിക്കുന്നു. ഒരുത്തൻ പോലും ഇന്ന് രാത്രി സൗഖ്യത്തോടെ മടങ്ങല്ലേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് 30 വർഷക്കാലം മഹത്വത്തിൽ ദൈവം പൊതിഞ്ഞ് ആ 30 ലക്ഷം ജനത്തെ നയിക്കുമ്പോൾ അവർ ഒരുത്തൻ പോലും രോഗിയായി തീരുവാൻ ദൈവം അനുവദിച്ചതേ ഇല്ല. ഓൾഡ് കവനന്റ് ദിവസങ്ങളിൽ, പഴയ നിയമ ഉടമ്പടിയുടെ ദിവസത്തിൽ ഒരു ജനതയെ, ഒരു രാഷ്ട്രത്തെ 40 വർഷക്കാലം ദൈവം ആരോഗ്യത്തോടെ നടത്തി. ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ, പഴയ നിയമ ഉടമ്പടിയുടെ ദിവസത്തിൽ ഓൾഡ് കവനന്റില് 40 വർഷക്കാലം മരുഭൂപ്രയാണത്തിന്റെ തലമുറയിൽ ഒരുത്തൻ പോലും രോഗം വരാ ഒരു രാജ്യത്തെ ദൈവം നടത്തിയെങ്കിൽ പുതിയ നിയമ ഉടമ്പടിയിൽ വിശ്വസിക്കുന്ന എന്നെയും നിന്നെയും അവസാന ശ്വാസം വരെ ഒരു തുമ്മപ്പനി പോലെ വരാതെ വണ്ണം സൗഖ്യത്തിൽ സൂക്ഷിച്ച് നടത്തുവാൻ ദൈവത്തിന് കഴിയും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രോഗശാന്തി എന്ന് പറയുന്നത് പഴങ്കഥയല്ല. ഒരിക്കൽ കൂടെ, രോഗശാന്തി എന്ന് പറയുന്നത് പഴക്കം ചെന്നതല്ല. തെളിയിക്കുക പൈതലെ, ശുശ്രൂഷിച്ച് കാണിക്ക്, അതിന്റെ കൃപ ഏറ്റെടുക്ക്, അതിന്റെ നിയോഗത്തിൽ പൊതിയപ്പെട്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാത്രേ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാത്രേ. അവൻ സൗഖ്യത്തിന്റെ ദൈവം.
പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം വാക്യം. ദൈവത്തിൻ്റെ 12 നാമങ്ങളിൽ ഒന്നാണ് യഹോവ റാഫ. ഞാനിങ്ങനെ പറയും, ദൈവത്തിൻ്റെ നെയിമും നേച്ചറും സെയിമാണ്. ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പേരും സെയിമാണ്. ദൈവത്തിൻ്റെ പേര് ഒരു വഴിക്കും ദൈവത്തിൻ്റെ പ്രവൃത്തി മറ്റൊരു വഴിക്കും ഒരിക്കലും പോകത്തില്ല. ഒരിക്കൽ കൂടെ ഈ തലമുറയിലും അങ്ങനെ തന്നെ നമുക്കായിരിക്കാം. നമ്മൾ എന്ത് പറയുന്നു അതനുസരിച്ച് ജീവിക്കാം. ദൈവത്തിൻ്റെ പേരും ദൈവത്തിൻ്റെ പ്രവൃത്തിയും ഒരേ വഴിക്കാണ്. 12 പ്രധാനപ്പെട്ട നാമങ്ങളാണ് നിങ്ങൾക്ക് ദൈവത്തിൽ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. പുറപ്പാട് 15:26 വായിക്കുമ്പോൾ ഇസ്രായേൽ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് ഇതാ മരുഭൂമിയിൽ പ്രവേശിച്ചിരിക്കുന്നു. ഇന്നത്തെ സൗദി അറേബ്യയിൽ അവർ പ്രവേശിച്ചിരിക്കുകയാണ്. സ്തോത്രം. 3 ദിവസം അവർക്ക് ശുദ്ധജലം ലഭിച്ചതേയില്ല. മെഡിക്കൽ സയൻസ് പറയുന്നു 3 ദിവസം വരെ വെള്ളം കുടിക്കാതെ സാധാരണ നിലയിൽ മനുഷ്യനെ ജീവിപ്പാൻ തക്കവണ്ണം കഴിയും. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ ഇതാ സ്തോത്രം കടന്നു വന്ന് ഒരു ജലാശയം കണ്ടു. ആ ജലാശയത്തിലെ വെള്ളം വലിയ പ്രതീക്ഷയോടെ അവർ ഓടിച്ചെന്ന് വായിൽ കൊണ്ടപ്പോൾ 7 മടങ്ങ് വേഗതയിൽ അവർ പുറത്തേക്ക് തുപ്പിക്കാണും. ബിക്കോസ് ഇറ്റ് വാസ് ഫുൾ ഓഫ് ബിറ്റർ. അത് മുഴുവൻ കയ്പായിരുന്നു. അത് മുഴുവൻ കയ്പായപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, അവിടെ ഒരു വൃക്ഷമുണ്ട്, ആ വൃക്ഷത്തെ എടുത്ത് ആ വെള്ളത്തിലിട്. ഞാൻ പറയും, നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഓൾറെഡി പരിഹാരമുണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ ഓൾറെഡി പരിഹാരമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. മരമുള്ളത് കൊണ്ടാണ് ആ കയ്പ് ദൈവം അനുവദിച്ചത്. ആ മരത്തിയെടുത്ത് വെള്ളത്തിലിട്ടപ്പോൾ ആ കയ്പ് വെള്ളം സ്തോത്രം മധുരമുള്ളതായി തീർന്നു. ഉടനെ ദൈവം പറയുകയാണ്, സ്തോത്രം, ആരെങ്കിലും രോഗിയായിട്ടല്ല, വോളണ്ടിയറായി ദൈവം പറയുന്നു. വോളണ്ടിയറായി മുൻകൂട്ടി ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. കണക്ഷൻ ഇതാണ്. യെശയ്യാ 38:14 പറയുന്നു, രോഗം കയ്പാണ്, രോഗം കയ്പാണ്. ഈ ജനത്തിന് ഈ കയ്പ് വെള്ളം കുടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതവർക്ക് ഇൻടോളറബിൾ ആണെങ്കിൽ, അതവർക്ക് സഹിക്കാൻ കഴിയാത്തതാണെങ്കിൽ, ആ കയ്പ് അവർക്ക് സഹിക്കാൻ കഴിയാത്തതായതുകൊണ്ട് ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ ജനത്തിന് എന്തെങ്കിലും രോഗം വന്നാൽ ആ രോഗം അവർക്ക് സഹിക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് മുൻകൂട്ടി ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ സൗഖ്യം ആക്കുന്ന യഹോവ. നാളെ വല്ല വയ്യാവേലിയും കേറി വന്നാര് ഇന്നേ ദൈവം പറയുന്നു, പരിഹാരം എൻ്റെ പക്കലുണ്ട് കുഞ്ഞേ, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. യേശുവിൻ്റെ നാമത്തിൽ ഏത് ഡോക്ടർ നിന്നെ നോക്കിയാലും, ഏത് ഹോസ്പിറ്റൽ നീ പോയാലും, ഏത് മെഷീൻ നിന്നെ പരിശോധിച്ചാലും, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇന്ന് രാത്രി ഈ ഡിസംബർ മാസം 15-ാം തീയതി സന്ധ്യാസമയത്ത് ഇന്ത്യൻ ടൈം 7:45 ഏകദേശമായപ്പോൾ ഇന്നേ ദൈവം പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഐസ് കട്ട അലിഞ്ഞില്ലാതെയാകുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഉരുകി സൗഖ്യമാകുകയാണ്. മെഡിക്കൽ റിപ്പോർട്ടുകൾ മാറുന്ന രാത്രി, മെഡിക്കൽ റിപ്പോർട്ടുകൾ മാറുന്ന രാത്രി, അത്ഭുത സാക്ഷ്യങ്ങൾ വെളിപ്പെടുന്ന രാത്രി, ദൈവസ്പർശനം വെളിപ്പെടുന്ന രാത്രി, നിന്റെ ഡോക്ടർ അതിശയിക്കുന്ന രാത്രി, നീ യേശുവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതായ രാത്രി, എനിക്കും നിനക്കും മധ്യത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു കർത്താവുണ്ട്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്ന് അരുളി ചെയ്തവൻ യഹോവ റാഫ. സ്തോത്രം. ആ കർത്താവിൻ്റെ ഡോക്ട്രിൻ, സഭയെക്കുറിച്ചുള്ള സ്തോത്രം, ശുശ്രൂഷ വൃന്ദത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പൗലോസ് പറയുന്നു, സ്തോത്രം, അത് സൗഖ്യത്തിൻ്റെ വരമല്ല, സൗഖ്യങ്ങളുടെ വരം. സിംഗുലറായിട്ടല്ല പറയുന്നത്, പ്ലൂറലായിട്ടാണ് പറയുന്നത്. വൈ ഇറ്റ് ഈസ് പ്ലൂറൽ? കാരണം എന്തുകൊണ്ടാണ് അത് ബഹുവചനത്തിൽ പറഞ്ഞത്? അത് പ്രവർത്തിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ്. ഒരുങ്ങിക്കോ. വ്യത്യസ്ത രീതികളിൽ ഈ വരം നിങ്ങളിലൂടെ ഒഴുകുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഈ തലമുറയിൽ സൗഖ്യത്തിന്റെ ശുശ്രൂഷയുമായി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇൻ ജീസസ് നെയിം നിങ്ങൾ പോലും പ്രതീക്ഷിച്ചിട്ടുള്ള രീതിയിൽ വ്യത്യസ്ത അളവിൽ വ്യത്യസ്ത തലങ്ങളിൽ നിങ്ങളുടെ ഒഴുകുവാൻ പോകുന്നു, വ്യാപരിപ്പാൻ പോകുന്നു. ഹല്ലേലൂയ. ഉദാഹരണമായി യേശുവിലേക്ക് നോക്കണം. ലോകം കണ്ട ഏറ്റവും വലിയ രോഗശാന്തി ശുശ്രൂഷ ഓൾ റോബർട്ട്സ് അല്ല, ടി എൽ ഓസ്ബോൺ അല്ല, ബ്രദർ ദിനകരൻ അല്ല, കർത്താവ് യേശു അത്രേ.
യേശുവിൻ്റെ അടുക്കലേക്ക് രോഗികൾ കടന്നു വന്നപ്പോൾ ചിലരവൻ പറഞ്ഞ സൗഖ്യമാക്കി, ചിലരവൻ തൊട്ട് സൗഖ്യമാക്കി. എന്നാൽ യാക്കോബ് മുതലായ അപ്പോസ്തലന്മാർ 5-ാം അധ്യായം പറയുന്നു, സ്തോത്രം, നിങ്ങളിൽ ആരെങ്കിലും ഒരുവൻ രോഗിയായി കിടക്കുന്നുവെങ്കിൽ സഭയിലെ മൂപ്പന്മാരെ വിളിക്ക്, അവർ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മെത്തേഡ് നോക്ക്. ചിലപ്പോൾ പറയുമ്പോഴാണ് സൗഖ്യം, ചിലപ്പോൾ കൈവച്ച് തൊടുമ്പോഴാണ് സൗഖ്യം, വേറെ ചിലപ്പോൾ സ്തോത്രം എണ്ണയിലൂടെയാണ് സൗഖ്യം, ചിലപ്പോൾ നിഴലിലൂടെയാണ് സൗഖ്യം. നമ്മളത് വീണ്ടും കേൾക്കും. സോ അതിൻ്റെ മെത്തേഡ് ഡിഫറൻ്റ് ആണ്. ഡിഫറെൻറ്റ് മെത്തേഡിൽ സൗഖ്യം വ്യാപരിക്കുന്നു, ഒരു മെത്തേഡിൽ അല്ല. കം ഓൺ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. പാരമ്പര്യത്തിൻ്റെ മെത്തേഡുകളെ ഇത്രേ ഉള്ളൂ, ഇങ്ങനെ നടക്കത്തുള്ളൂ, ഇത്രേ ഉള്ളൂ എന്ന് ആരെങ്കിലും പറയുന്നു എങ്കിൽ പാരമ്പര്യത്തിന്റെ മെത്തേഡുകളിൽ നിന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഇറങ്ങി വാ. ഹല്ലേലൂയ. യെസ്, പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ കർത്താവിന് സ്തോത്രം സൗഖ്യമാക്കുവാൻ കഴിയും. സൗഖ്യങ്ങളെ വരം. നമ്പർ 2, രണ്ടാമത്തെ റീസൺ എന്തുകൊണ്ട് സൗഖ്യങ്ങളെ വരം എന്ന് ചോദിച്ചാൽ അതിൻ്റെ രീതികളിൽ വ്യത്യാസം എടുക്കുന്നത് പോലെ, രീതികളിൽ വ്യത്യാസമുള്ളതുപോലെ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. രീതികളിൽ വ്യത്യാസമുള്ളതുപോലെ സൗഖ്യങ്ങളെ വരവുമായി യേശു കർത്താവ് സഞ്ചരിച്ചപ്പോൾ, അപ്പോസ്തലന്മാർ സഞ്ചരിച്ചപ്പോൾ എണ്ണത്തിലും വ്യത്യാസമുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ, ബെഥസ്ദാ കുളക്കരയിൽ യേശു പോയി. അവിടെ നൂറുകണക്കിന് രോഗികൾ ബെഥസ്ദാ കുളക്കരയിൽ കിടക്കുന്നു. നൂറുകണക്കിന് രോഗികൾ സൗഖ്യം കാത്ത് കിടക്കുകയാണ്. പക്ഷേ യോഹന്നാൻ 5 പറയുന്നു, യേശു 38 വർഷക്കാലമായി കാത്തുകിടന്ന ഒരുത്തനെ സൗഖ്യമാക്കി. ഒരുവനെ സൗഖ്യമാക്കി. സ്തോത്രം, അതെ, ഒരുവനെ സൗഖ്യമാക്കി. എന്നാൽ അതേ യേശു തന്നെ സ്വന്തം ദേശമായ നസ്രത്തിൽ വന്നപ്പോൾ ചിലരെ കൈവച്ച് സൗഖ്യമാക്കി. ഒരുവനെ സൗഖ്യമാക്കി, ചിലരെ സൗഖ്യമാക്കി. എന്നാൽ അതേ വേദപുസ്തകം പറയുന്നു, മർക്കോസ് 6:56 വായിക്കുമ്പോൾ അവനെ തൊട്ടവരൊക്കെയും സൗഖ്യമായി. ഹല്ലേലൂയ. ഓ കം ഓൺ, ഏറ്റെടുക്ക. കണ്ട് പ്രാപിക്ക. ഇതെല്ലാം നിന്നിലൂടെ നടക്കുന്നത് യേശുപ്പച്ചൻ്റെ മഹത്വത്തിനായി നിന്നിലൂടെ നടക്കുന്ന കണ്ട് പ്രാപിക്കുക. വാ തുറന്ന് ഒരുവനെ സൗഖ്യമാക്കി. ഒരിടത്ത് ചെന്നപ്പോൾ ഒരുവനെ സൗഖ്യമാക്കി. വേടത്ത് ചെന്നപ്പോൾ ചിലരെ സൗഖ്യമാക്കി. വേറെ ചിലർക്ക് ചെന്നപ്പോൾ എല്ലാവരും സൗഖ്യമാക്കി. യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരുവൻ സൗഖ്യമാകും, ചിലർ സൗഖ്യമാകും, എല്ലാവരും സൗഖ്യമാകും. സ്തോത്രം. ഒരുവൻ സൗഖ്യമാകുന്ന ദിവസങ്ങളുണ്ട്, ചിലർ സൗഖ്യമാകുന്ന ദിവസങ്ങളുണ്ട്, എല്ലാവരും സൗഖ്യമാകുന്ന ദിവസമുണ്ട്. ഞാൻ പറയട്ടെ, 24 മണിക്കൂറും എനിക്കും നിനക്കും വേണ്ടി ജാഗരിക്കുന്നവനാണ് കർത്താവ്. 24 മണിക്കൂർ എനിക്കും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ കർത്താവ്. ഒരിക്കലും ചിന്തിക്കല്ല് ഞായറാഴ്ച മാത്രമേ യേശു സൗഖ്യമാകത്തുള്ളൂ. നോ, എല്ലാ ദിവസങ്ങളിലും ചിലപ്പോൾ ഒരുവൻ സൗഖ്യമാകും, ചിലപ്പോൾ ചിലർ സൗഖ്യമാകും, ചിലപ്പോൾ എല്ലാവരും സൗഖ്യമാകും. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ഒരു പേര് വിളിക്കട്ടെ. നിങ്ങൾ സൗഖ്യത്തിന്റെ പവർ ഹൗസ് ആണ്. 3 പേരെ തൊട്ട് പറ, നിങ്ങൾ സൗഖ്യത്തിന്റെ പവർ ഹൗസ് ആണ്. പറ, നിങ്ങൾ സൗഖ്യത്തിന്റെ പവർ ഹൗസ് ആണ്. അപ്പന്റെ ഭൂതവും പാരമ്പര്യ കെട്ടുമല്ല നിന്റെ മേൽ ഇരിക്കുന്നത്. സൗഖ്യദായകനാകുന്ന യഹോവ റാഫയുടെ ചാനലായി ദൈവം നിങ്ങളെ ഉപയോഗിപ്പാൻ വേണ്ടി പോകുന്നു. സൗഖ്യങ്ങളെ വരം. സ്തോത്രം. എന്തുകൊണ്ട്? നമ്പർ 3, മൂന്നാമത്തെ റീസൺ, എന്തുകൊണ്ട് സൗഖ്യങ്ങളെ വരമെന്ന് പ്ലൂറലായി പറയുന്നു. ദൈവം രോഗങ്ങളെ മാത്രമല്ല സൗഖ്യം ആക്കുന്നത്. ഒരിക്കൽ കൂടെ, ദൈവം രോഗങ്ങളെ മാത്രമല്ല സൗഖ്യമാക്കുന്നത്. 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 23-ാം വാക്യം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, ട്രൈക്കോട്ട, 3 ക്രമത്തിലാണ്, അല്ലെങ്കിൽ 3 കമ്പോണൻസിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്കൊരു ആത്മാവുണ്ട്, നമുക്കൊരു പ്രാണനുണ്ട്, നമുക്കൊരു ശരീരമുണ്ട്. സ്തോത്രം. ആത്മാവ്, പ്രാണൻ, ശരീരം, ഇതിന്റെ 3ന്റെയും കർത്താവാണ് യേശു. ഹല്ലേലൂയ. ഇതിന്റെ 3ന്റെയും കർത്താവാണ് യേശു. യേശു കർത്താവ് ഒരു ഏരിയ മാത്രം ചെയ്തിട്ട് ആത്മാവ് മാത്രമേ ചെയ്യത്തുള്ളൂ, ഭൗതിക ഒന്നും ചെയ്യത്തില്ല. നോ. സ്തോത്രം. എൻ്റെ കർത്താവ്, അവൻ ആത്മാവിനും കർത്താവാണ്, അവൻ പ്രാണനും കർത്താവാണ്, അവൻ ശരീരത്തിനും കർത്താവാണ്, അവൻ കുടുംബത്തിനും കർത്താവാണ്, അവൻ സമ്പത്തിനും കർത്താവാണ്, അവൻ വർത്തമാനത്തിനും കർത്താവാണ്, അവൻ ഭാവിക്കും കർത്താവാണ്. ഹല്ലേലൂയ.
യേശുവിനെ വേലി കെട്ടി ഇത് മാത്രമേ യേശു ചെയ്യത്തുള്ളൂ. നോ, പെട്ടിക്കടയല്ല എൻ്റെ കർത്താവ് നടത്തുന്നത്. അവൻ ആത്മാവിന് കർത്താവെന്നതുപോലെ അതേ അവൻ പ്രാണനും കർത്താവാണ്, അവൻ ശരീരത്തിനും കർത്താവാണ്. സോ ആത്മാവിനെ അവൻ സൗഖ്യമാക്കുന്നു. ഹോശിയ പ്രവചനം 14:4 വായിക്കുമ്പോൾ സ്തോത്രം, അവൻ നിങ്ങളെ ആത്മാവിനെ സൗഖ്യമാക്കുന്നു, ആത്മീയ ജീവിതങ്ങളെ അവൻ സൗഖ്യമാക്കുന്നു. അർത്ഥം സ്തോത്രം, നിങ്ങളുടെ ആത്മീയ ജീവിതത്തെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിന്മാറ്റങ്ങളെ ചികിത്സിച്ച് കർത്താവ് സൗഖ്യമാക്കുന്നു. ഈ രാത്രി കേൾക്കണമേ, പിന്മാറ്റക്കാരുണ്ടോ? പണ്ടുണ്ടായിരുന്നതായ ദൈവകൃപ വിട്ടുകളഞ്ഞവർ എന്നെ കേൾക്കുന്നു. ഒരിക്കലുണ്ടായിരുന്ന പ്രാർത്ഥന കളഞ്ഞവർ എന്നെ കേൾക്കുന്നു. ഒരിക്കൽ പറഞ്ഞതായ അന്യഭാഷ നിന്നുപോയി എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഒരിക്കലുണ്ടായിരുന്ന മൂർച്ച നഷ്ടപ്പെട്ട ഇന്ന് തുരുമ്പ് കയറിയിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നു? ഈ രാത്രി ചതഞ്ഞ ഓടിക്കാത്ത ദൈവം, പുകയുന്ന തിരികെ കെടുത്താത്തവനായ ദൈവം ഒരു സ്പെഷ്യൽ ടച്ച് നിന്റെ ലൈഫിൽ നൽകി, ഒരു പ്രത്യേക സ്പർശനം നൽകി നിന്നെ സൗഖ്യമാക്കുന്നു. നിന്റെ ആത്മമണ്ഡലത്തെ അവൻ സൗഖ്യമാക്കുന്നു. ഹല്ലേലൂയ. 18 വയസ്സ് പ്രായമുള്ളതായ പെൺകുട്ടിയുടെ മുൻപിൽ സ്തോത്രം, ആ രാത്രി ഞാൻ അവനെ അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞവനെ, ആ തീ ഞാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ തീ അണഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ അണയുന്ന തീയുടെ നടുവിൽ, അതെ ഒരിക്കൽ കൂടെ, അണയുന്ന തീയുടെ നടുവിൽ അണഞ്ഞുപോയ ആത്മീയ ജീവിതവും കൊണ്ട്, അണഞ്ഞുപോയ തീയുടെ നടുവിൽ അണഞ്ഞുപോയ ആത്മീയം കൊണ്ട് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു എങ്കിൽ കർത്താവ് കത്തിച്ച ഒരു തീയുണ്ട്. മനസ്സിലാകുന്നോ? പുസ്തകം വായിച്ചാലല്ലേ എന്ന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. തിബെരിയാസ് കടൽക്കരയിൽ മീനിനെ ചുട്ടെടുപ്പാൻ യേശുപ്പച്ചൻ കത്തിച്ച ഒരു തീയുണ്ട്. അത് കഴിഞ്ഞ മിനിറ്റിലെ ജ്വലനമല്ല, ഈ മിനിറ്റിന് ഇന്നലത്തെ ജ്വലനമല്ല, ഇന്ന് കഴിഞ്ഞ ആഴ്ചയിലെ ജ്വലനമല്ല, ഇത് കഴിഞ്ഞ വർഷത്തെ ജ്വലനമല്ല. ആ തീ കുറയുന്നതല്ല, അത് വർദ്ധിക്കുന്നതാണ്. ഇന്ന് രാത്രി ആരിലോ തീ പടരുന്നു. ഹല്ലേലൂയ. അണയുന്ന തീയുടെ നടുവിൽ നിന്ന് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞു എങ്കിൽ പടരുന്ന തീയുടെ നടുവിൽ നിന്ന്, അതെ, നീ ഇവയിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് മുൻപിൽ നഷ്ടപ്പെട്ട ആത്മീയ ജ്വലനത്തെ പത്രോസിന് തിരികെ കൊടുത്ത ദൈവം, തിരികെ കൊടുത്ത കർത്താവ് നിന്റെ ആത്മാവിനെ സൗഖ്യമാക്കുന്നു. കമോൺ, കരങ്ങളെ അടിച്ച് ആളിക്കത്തട്ടെ, പ്രാർത്ഥന ആളിക്കത്തട്ടെ, കരങ്ങൾ അടിച്ച് പ്രാർത്ഥന ആളിക്കത്തട്ടെ, ദർശനങ്ങൾ ആളിക്കത്തട്ടെ, പ്രവചന വരങ്ങൾ ആളിക്കത്തട്ടെ. എന്തുകൊണ്ടത് സൗഖ്യങ്ങളുടെ വരം? ഒന്ന്, അവൻ ആത്മമണ്ഡലത്തെ സൗഖ്യമാക്കുന്നു, നിന്റെ ആത്മാവിനെ സൗഖ്യമാക്കുന്നു, നിന്റെ പിന്മാറ്റത്തെ സൗഖ്യമാക്കുന്നു എന്ന് സാരം. നമ്പർ 2, അവൻ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്നു. 147-ാം സങ്കീർത്തനം 3-ാം വാക്യം, he heals the broken hearts. അവൻ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിന്റെ ഏതെങ്കിലും ഏടുകളിൽ ലൈഫിൽ എൻ്റെ ഹൃദയം തകർക്കപ്പെട്ടു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കരങ്ങളെ ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. എൻ്റെ മനസ്സ് തകർക്കപ്പെട്ടു, അഥവാ എൻ്റെ ഹൃദയം തകർക്കപ്പെട്ടു. അത് കണ്ടുപിടിക്കാൻ ഒരു എക്സ്റേക്ക് കഴിയത്തില്ല, ഒരു സ്കാനിങ്ങിന് കഴിയത്തില്ല, ഒരു കാർഡിയോളജിസ്റ്റിന് കഴിയത്തില്ല. പക്ഷേ ധൈര്യമായിരിക്കെ, മനുഷ്യൻ കാണണ്ട, കണ്ടിട്ട് പ്രയോജനമില്ല, എന്നാൽ മനുഷ്യൻ മുഖത്തെ കാണുന്നു. ഈ രാത്രി അഗ്നി ജ്വാല കൊത്ത കണ്ണോടുകൂടി വരായ കർത്താവ് അവൻ ഹൃദയങ്ങളെ കാണുന്നു. തകർന്ന ഹൃദയങ്ങളെ, ഉടഞ്ഞ മനസ്സുകളെ ദൈവം കാണുന്നു.
ദുഷ്ടനായ ഒരു സാത്താനുണ്ട്. അവൻ നിന്റെ ഹൃദയത്തെ തകർക്കുവാൻ വാക്കുകളും പ്രവൃത്തികളും പുറത്തെടുക്കും. ദുരാത്മാവിനാൽ ബാധിക്കപ്പെട്ടവർ നിന്റെ ഹൃദയത്തെ പിച്ച് ചീന്തുവാൻ സ്തോത്രം കടന്നു വരും. എന്നാൽ മറുവശത്തെ ഈ രാത്രി ഹൃദയം തകർന്നാരെങ്കിലും വന്നു എങ്കിൽ അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്നവൻ, അപ്പനെ പോലെ കരുണ കാണിക്കുന്നവൻ, അതേ എണ്ണയും വീഞ്ഞും കൊണ്ട് മുറിവ് കെട്ടുന്ന നല്ല ശമരിയക്കാരൻ നിങ്ങളുടെ ഹൃദയങ്ങളുടെ മുറിവുകളെ കെട്ടുന്നു. പിന്മാറ്റങ്ങളെ, ആത്മമണ്ഡലങ്ങളെ അവൻ ചികിത്സിച്ച് സൗഖ്യമാക്കുന്നു. രണ്ട് മനസ്സിനെ അവൻ സൗഖ്യമാക്കുന്നു. ഒരു സൈക്കോളജിസ്റ്റിനും ഒരു മെന്റൽ ഹോസ്പിറ്റലിനും കഴിയാത്തത് ഇന്ന് രാത്രി കർത്താവ് നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു. ഒരു മരുന്നിന് കഴിയാത്തത് ദൈവം നിന്റെ ജീവിതത്തിൽ ചെയ്യുന്നു. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ചിലപ്പോൾ മരുന്ന് തന്നെ മയക്കി കിടത്തും. പക്ഷെ യേശു കർത്താവ് ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കും. യേശു മയക്കിയല്ല കിടത്തുന്നത്, അവൻ വിടുതൽ കൊടുക്കും. അവൻ സൗഖ്യത്തിന്റെ ദൈവം. സ്തോത്രം. നമ്പർ 3, മൂന്നാമത്തെ മണ്ഡലമാണ് ശരീരമണ്ഡലം. അവൻ ശരീരങ്ങളെ സൗഖ്യമാക്കുന്നു. 103-ാം സങ്കീർത്തനം 2-3 വാക്യങ്ങൾ വേദപുസ്തകം പറയുന്നു. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. 103-3 അതേ, അവൻ സകല രോഗങ്ങളെ, ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു. സ്തോത്രം. അതെ, 2019 മുൻപ് കോവിഡ് പരിചയമില്ലായിരുന്നു. 2020 മാർച്ചിലാണ് കോവിഡ് കയറി വന്നത്. എന്നാൽ മനസ്സിലാക്കുക, സ്തോത്രം, അതിനെയും കൂടെ ചേർത്ത് ഞാൻ പറയാം. ഇനി നാളെ എന്തെങ്കിലും പൊല്ലാപ്പ് വരുന്നെങ്കിൽ അതിനെയും കൂടെ ചേർത്ത് പറയാം. സ്തോത്രം. സകല രോഗങ്ങളെ, യെസ്, അതൊരു ബ്ലാങ്ക് ചെക്കാണ്. അതൊരു ബ്ലാങ്ക് ചെക്കാണ്. ഏത് പൊല്ലാപ്പ് വന്നാലും എഴുതി കിടക്കണം, അവന്റെ അടി പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഓ, ഇന്ന് രാത്രി ഒരു കൂട്ടം ഡോക്ടർമാർ, സ്തോത്രം, എൻ്റെ മുൻപിലുണ്ട്. ജൂനിയർ ഡോക്ടർമാരുണ്ട്, കേരളം അറിയപ്പെടുന്നതായ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. ഈ നല്ല ഡോക്ടേഴ്സിനായി നന്ദിയോടെ സ്തോത്രം. സെയിം ടൈം ഞാൻ പറയട്ടെ, വേദപുസ്തകം ഒരിക്കലും മെഡിക്കൽ സയൻസിന് എതിരല്ല. സ്തോത്രം. വേദപുസ്തകം ഒരിക്കലും മെഡിക്കൽ സയൻസിന് എതിരല്ലേ അല്ല. സ്തോത്രം. ജോർജ് വാഷിംഗ്ടൺ, അമേരിക്കയുടെ 1ാമത്തെ പ്രസിഡന്റ് വരെ മരിച്ചുപോയത് രക്തം വാർത്ത് കളഞ്ഞിട്ടാണ്. കാരണം അന്ന് മെഡിക്കൽ സയൻസ് ഇത്രത്തോളം ഡെവലപ്ഡ് അല്ല. അന്ന് ആൾക്കാർ വിചാരിക്കുന്നത് ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിക്കളഞ്ഞാൽ അവർ രക്ഷപ്പെടും, രോഗം മാറിപ്പോകുമെന്നാണ്. എന്നാൽ ഇഗ്നറൻസിൽ നിന്ന്, ആ അറിവില്ലായ്മയിൽ നിന്ന് മെഡിക്കൽ സയൻസ് ഇന്ന് ഇത്രത്തോളം അഡ്വാൻസ് ആയി തീർന്നു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഡോക്ടർമാരെ സല്യൂട്ട് ചെയ്യുന്നു. സ്തോത്രം. അതുകൊണ്ട് അതേ, മെഡിക്കൽ സയൻസിന് ഒരിക്കലും വേദപുസ്തകം എതിരല്ല. 3 മേജർ പ്രോഫറ്റ്സ് അതിന് സ്തോത്രം അതേ എവിഡൻസ് നൽകുകയാണ്. 3 പ്രധാനപ്പെട്ട പ്രവാചകന്മാർ മെഡിക്കൽ സയൻസിനെ സല്യൂട്ട് ചെയ്ത് സ്തോത്രം അതേ ദൈവവചനത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുകയാണ്. ഡോക്ടർമാർ റിലാക്സ് ചെയ്തിരുന്നാണ്. സ്തോത്രം. 1 യെശയ്യാവ്, 2 യിരെമ്യാവ്, 3 എസെക്കിയേൽ. 3 മേജർ പ്രവാചകന്മാർ മെഡിസിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. നമ്പർ 1 സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ താഴേക്ക് നിങ്ങൾ വായിക്കുമ്പോൾ, പാരൽ ടു ദാറ്റ് യെശയ്യാ പ്രവചനം 38-ാം അധ്യായം 1 വാക്യം മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, പ്രവാചകൻ യെശയ്യാവാണ്, രാജാവ് ഹിസ്കിയാവാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 1 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ, രാജാവ് ഹിസ്കിയാവാണ്, പ്രവാചകൻ യെശയ്യാവാണ്. വായിച്ചാട്ടെ. ആ കാലത്ത് ഹിസ്കിയാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. ആമോസിന്റെ മകനായ യെശയ്യാ പ്രവാചകൻ അവന്റെ അടുക്കൽ വന്ന്, നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകും, ശേഷിക്കയില്ലെന്ന് യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അപ്പോൾ ഹിസ്കിയാവ് വൈദ്യന്മാരുടെ നേരെയല്ല, മനുഷ്യന്റെ നേരെയല്ല, ചുവരന് നേരെ മുഖം തിരിച്ച്, മീനിങ് ദൈവത്തിന് നേരെ മുഖം തിരിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ കരഞ്ഞു. ഒറ്റയ്ക്ക് കരയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പകൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കട്ടെ, പെട്ടെന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. കർത്താവേ, ഇന്നലകൾ ഞാൻ തോന്നിയ വഴിക്ക് നടന്നതേ ഇല്ല. ഇന്നലകൾ ഞങ്ങളുടെ ഉടമ്പടി പ്രകാരം ഞാൻ ജീവിച്ചു. ഉടമ്പടി പ്രകാരം ഞാൻ ജീവിച്ചു. ഉടമ്പടിയിൽ ജീവിക്കുന്നവന്റെ ശരീരത്തിൽ വല്ലതും പറ്റിയാലും അത് ഇരിക്കത്തില്ലെന്ന്. In the name of Jesus, ഇറങ്ങിപ്പോ, in Jesus name ഇറങ്ങിപ്പോ. റാഖോബോ ഷാദലരവഹസ, ഇറങ്ങിപ്പോ. അയ്യോ യഹോവേ,
അയ്യോ യഹോവേ, അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോട് ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുൻപിൽ നടന്ന് നിനക്ക് പ്രസാദമുള്ളത് ചെയ്തിരിക്കുന്നു എന്ന് ഓർക്കണമെന്ന് ഹിസ്കിയാവ് ഏറ്റവും കരഞ്ഞ് സ്തോത്രം. എന്നിട്ട് അത് പറഞ്ഞിട്ട് നടുമുറ്റത്തേക്ക് ഇറങ്ങി ആ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്ന യെശയ്യാവിനോട് കർത്താവ് പറഞ്ഞു, എന്നാൽ സ്തോത്രം, അതെ, നീ മടങ്ങിച്ചെന്ന് എൻ്റെ ജനത്തിൻ്റെ പ്രഭുവായ ഹിസ്കിയാവോട് പറയേണ്ടത്, നിന്റെ പിതാവായ ദാവീദിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പ്രാർത്ഥന കേട്ട് നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കും. റിപ്പീറ്റ് ദാറ്റ്. അതൊരിക്കൽ കൂടെ പറ, ഞാൻ നിന്നെ സൗഖ്യമാക്കും. 3-ാം ദിവസം നീ യഹോവയുടെ ആലയത്തിൽ പോകും. ഞാൻ നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടും. ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശ്ശൂർ രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. എൻ്റെ നിമിത്തം, എൻ്റെ ദാസനായ ദാവീദിന്റെ നിമിത്തം ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും. അടുത്താണ് ഇമ്പോർട്ടന്റ്. പിന്നെ യെശയ്യാവ്, കേക്ക് എല്ലാവരും ശബ്ദം ഉയർത്തി വായിക്കുക. 7-ാം വാക്യം. പിന്നെ യെശയ്യാവ് ആദ്യപ്പഴക്കട്ട കൊണ്ടുവരുവൻ എന്ന് പറഞ്ഞു. അവർ അത് കൊണ്ടുവന്ന് പരുവന്മേൽ ഇട്ടു, അത് സൗഖ്യമായി. ഒരു പരു, ചില ട്രാൻസ്ലേഷനിൽ ചില ദൈവദാസന്മാർ പറഞ്ഞിരിക്കുന്നു സ്തോത്രം, ക്യാൻസറിന് തത്തുല്യമായ രോഗം. പക്ഷേ സ്തോത്രം, അതെ, ദൈവമാണ്, പ്രവാചകൻ യെശയ്യാവുമാണ്. ദൈവമാണ് സൗഖ്യമാകുമെന്ന് പറഞ്ഞത്, പ്രവചിച്ചത് യെശയ്യാവുമാണ്. പക്ഷേ സ്റ്റിൽ അവിടെ ഇതാ അത്തിപ്പഴം, മീനിങ് ഒരു മരുന്നിനെ കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത്തിപ്പഴം കൊണ്ടുവന്ന് ആ പരുവിന്മേൽ ഇട്ടപ്പോൾ അതിനകത്തുണ്ടായിരുന്ന അത് ആവശ്യമില്ലാത്ത കാര്യം ഇളകി പുറത്തു പോയി. ഇന്ന് രാത്രി അരിമ്പാറകൾക്ക് പുറത്തു പോകാം. ഇന്ന് രാത്രി ആവശ്യമില്ലാത്തതായ മുഴകൾക്ക് പുറത്തു പോകാം. പ്രവാചകനായ യെശയ്യാവ് അവന്റെ കാലത്ത് അത്തിപ്പഴം സ്തോത്രം ഒരു സൗഖ്യത്തിന് കാരണമായി തീരുകയുണ്ടായി. അഗൈൻ യിരെമ്യാവിലേക്ക് നോക്കിയാട്ടെ. 8-ാം അധ്യായം 22-ാം വാക്യം. യിരെമ്യാ പ്രവചനം 8-ാം അധ്യായം 22-ാം വാക്യം. പ്രസിദ്ധമായ ഒരു ടേം അവിടെ സ്തോത്രം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. യിരെമ്യാ 8:22 വായിച്ചേ. ഗിലെയാദിൻ സുഗന്ധ തൈലം ഇല്ലയോ, അവിടെ വൈദ്യൻ ഇല്ലയോ, എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? കർത്താവിന് വേണമെങ്കിൽ തൈലം വേണ്ട, രോഗം വേണ്ട, അതെ, തൈലം വേണ്ട, വൈദ്യൻ വേണ്ട എന്നൊക്കെ പറയാമല്ലോ. പക്ഷെ കർത്താവ് അവിടെ പറയുന്നു ഗിലെയാദിൻ സുഗന്ധ തൈലം, ദ ബാം ഓഫ് ഗിലെയാദ്. സി, അവിടെയും സ്തോത്രം, ബാം ഓഫ് ഗിലെയാദ്. നിങ്ങൾ ടൈഗർ ബാം എന്ന് പറയുന്ന പോലെ, നിങ്ങൾ വിക്സ് എന്ന് പറയുന്നത് പോലെ സ്തോത്രം നോക്ക്, ദ ബാം ഓഫ് ഗിലെയാദ്. പ്രവാചകനാകുന്ന യിരെമ്യാവും ഒരു മെഡിസിനെ കുറിച്ച് പറയുന്നെങ്കിൽ ഇൻ ജീസസ് നെയിം, ഹല്ലേലൂയ, എൻ്റെ പ്രാർത്ഥന ഇതാണ്, ലോക ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന നല്ല ഡോക്ടർമാർ ഈ കുടുംബത്തിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. മാരക രോഗങ്ങൾക്ക് ഒറ്റമൂലി കണ്ടുപിടിക്കുന്ന ഡോക്ടർമാർ ക്രൈസ്റ്റ് സെന്ററിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. Hallelujah. So യെശയ്യാവ് സ്തോത്രം അതേ മെഡിസിനെ കുറിച്ച് പറയുന്നു, യിരെമ്യാവിൽ കടന്നു. Then what about എസെക്കിയേൽ 47-ാം അധ്യായം. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 12-ാം വാക്യം. അത് സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് എസെക്കിയേൽ പ്രവചിച്ചിരിക്കുന്നത്. എസെക്കിയേൽ പ്രവചനം 47-ാം അധ്യായം 12-ാം വാക്യം നോക്കിയേ, സംഭവിക്കാൻ പോകുന്ന കാര്യം വായിച്ചേ. നദീതീരത്ത് ഇക്കരയും അക്കരയും തിമ്മാൻ തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലം ഇല്ലാതെ പോകുകയുമില്ല. അതിന് വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവിടെ ഫലം തിന്മാനും അവിടെ ഇല ചികിത്സയ്ക്കും ഉതകും. മരങ്ങളുടെ ഇല ചികിത്സയ്ക്ക് ഉതകും. ഇതെപ്പോഴാണ് സംഭവിക്കുന്നത്? ശ്രദ്ധിക്കുക. യേശു കർത്താവ് ഈ ലോകത്തിൽ മടങ്ങി വരും. സ്തോത്രം. രഹസ്യപരമെങ്കിൽ സഭ എടുത്തുകൊള്ളപ്പെടും. നിങ്ങൾ വിശ്വസിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, കോടിക്കണക്കിന് ജനം ഈ ഭൂമിയിൽ നിന്ന് കാണാതെ പോകുവാൻ പോകുന്നു, മറയുവാൻ പോകുന്നു. Which is called the rapture of the church. അതാണ് ദൈവത്തിന്റെ സഭയുടെ ഉൽപ്രാപണം. ഹല്ലേലൂയ. അതിനു വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ ബോലോ യേശു പ്രഭു കീ. Yes, thank you. Hallelujah. നോക്കിയേ, സ്തോത്രം. ദൈവസഭ എടുത്തുകൊള്ളപ്പെട്ട ശേഷം 7 വർഷങ്ങൾക്ക് ശേഷം ഏതൊരു ക്രിസ്തു കടന്നു വരും. ഏതൊരു ക്രിസ്തുവിനെ വായിലെ ശ്വാസത്തിൽ ഒടുക്കുവാൻ 7 വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ഇറങ്ങി വരുന്ന ഒരു വരവുണ്ട്. ആ വരവിന്റെ പേരാണ് മഹത്വ പ്രത്യക്ഷത.
മഹത്വ പ്രത്യക്ഷതയിൽ യേശു കർത്താവ് സ്തോത്രം ഒലിമലയിൽ കാൽ വയ്ക്കുമ്പോൾ പഴം തുണി കീറിപ്പോകുന്നത് പോലെ ഒലിമല രണ്ടായി കീറിപ്പോകും. ഓ യെരൂശലേം സ്തോത്രം, അതേ പട്ടണത്തിലേക്ക് കർത്താവ് പ്രവേശിക്കും. യെരൂശലേം ഇന്ന് കാണുന്നതായ മതിൽ ഭൂമി കുലുക്കത്താൽ ഇടിഞ്ഞ് താഴെ പോകും. കിഴക്കേ വാതിലൂടെ രാജാതി രാജാവ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ യെരൂശലേം പട്ടണത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടും. ആ ഉറവ പുറപ്പെട്ട് ചെന്ന് ചേരുന്നത് സ്തോത്രം ആ കിദ്രോൻ തോട് വഴി യഹൂദ്യ മരുഭൂമിയിലൂടെ ഒഴുകി, കിദ്രോൻ തോട് കടന്ന് യഹൂദ്യ മരുഭൂമിയിലൂടെ ഒഴുകി ചെന്ന് ചേരുന്നത് ചാവ് കടലിലാണ്. ഇന്നൊരു കടലുണ്ട്, ചത്ത കടലാണ് ചാവ് കടൽ. ഒരു ചെറിയൊരു കൈരി പോലും അതിലില്ല, ചെറിയൊരു നെയ്ത്തോലി പോലും ആ ചാവ് കടലിലില്ല. പക്ഷെ ചാവ് കടല് നിനക്കങ്ങനെ ചത്ത് കിടക്കാമെന്ന് ഉള്ള കാലം വിചാരിക്കല്ല. പുനരുത്ഥാനം ജീവനുമായവൻ, പുനരുത്ഥാനവും ജീവനുമായവൻ ഈ ലോകത്തിൽ രാജാവായി ഭരണമെടുക്കുമ്പോൾ ചത്തുകിടക്കുന്നത് സകലതും ജീവൻ പ്രാപിക്കും. രോഗശാന്തികളെ വരം പഠിപ്പിക്കുന്ന ഈ രാത്രിയിൽ ചത്തുകിടക്കുന്ന സകല അവയവങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കൈയടിക്കുന്നെങ്കിൽ നേരെ കൈയടിക്കണം കുഞ്ഞേ. ചത്തുകിടക്കുന്ന അവയവങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. പ്രസിദ്ധമായ വാക്യം സ്തോത്രം. വെള്ളമിതാ യെരൂശലേം പട്ടണത്തിൽ നിന്ന് ഒഴുകുകയാണ്. ആദ്യം നരിയാണിയോളം, പിന്നെ മുറ്റോളം, പിന്നെ അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത അനുഭവത്തിൽ ദൈവസഭ ഇന്ന് രാത്രി കേൾക്കട്ടെ. ഓരോ ദിവസം കഴിയുന്തോറും അഭിഷേകത്തിന്റെ ലെവൽ വർദ്ധിക്കട്ടെ. ഹല്ലേലൂയ. The river is rising. Oh. The river is rising. The river is rising. ആദ്യം നരിയാണിയോളം, പിന്നെ മുട്ടോളം, പിന്നെ അരയോളം, പിന്നെ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത മഹാജലപ്രവാഹം ഇത് ചെന്ന് വീഴുന്നത് സ്തോത്രം എവിടെയാണ്? ചാവുകടലിലാണ്. ചാവുകടലിലെ മുഴുവൻ പഴയ ലവണങ്ങളെ പുഷ് ഔട്ട് ചെയ്തിട്ട്, ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് അവിടെ ഇതാ സ്തോത്രം ഭയങ്കര, അതേ വലിയ ഭയങ്കര ചിന്തിപ്പാൻ കഴിയാത്തതായ മീനിന്റെ സമൃദ്ധി, ജീവന്റെ തുടിപ്പ് സ്തോത്രം ആ സ്ഥാനത്ത് വെളിപ്പെടുകയാണ്. ഉൽപ്പത്തിയിൽ സോദോം ഗോമോറയുടെ നാളുകൾ തുടങ്ങി എത്രയോ നൂറ്റാണ്ടുകൾ, എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ അത് ചത്തുകിടക്കുന്നതാണ്. പക്ഷെ യേശുവിൻ്റെ പാദസ്പർശനത്തിൽ ചത്തുകിടക്കുന്നത് മുഴുവൻ ജീവൻ പ്രാപിക്കുന്നെങ്കിൽ എന്തിന് കാത്തിരിക്കുന്നേ? ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ചത്തുകിടക്കുന്നത് ഈ രാത്രി ജീവിക്കുന്നു. ഇന്ന് രാത്രി ചത്തിരിക്കുന്ന അനുഭവങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഇസ്രായേലിൽ ഇന്ന് നദി കാണുവാൻ കഴിയത്തില്ല. പക്ഷേ രാജാവാകുന്ന യേശു കർത്താവിന്റെ നാട്ടിൽ അന്നാ നദി ഉണ്ടാകും. ഓ ഹല്ലേലൂയ. അവൻ ഇല്ലാത്ത നദികളെ ഉളവാക്കുന്നവൻ, ഏറ്റെടുത്താട്ടെ. ഇല്ലാത്ത സ്രോതസ്സുകളെ, ഇല്ലാത്ത സോഴ്സുകളെ എൻ്റെ കർത്താവ് ഉളവാക്കുന്നവനാണ്. ഹല്ലേലൂയ. ആർക്കോ ഇല്ലാത്ത സോഴ്സുകൾ ഈ ദിവസങ്ങളിൽ തുറന്നു വരുവാൻ വേണ്ടി പോകുകയാണ്. ഇല്ലാത്ത ഉറവകളെ നിന്റെ ലൈഫിൽ തുറക്കുന്നവനാണ് യേശു. ഇതാ പോകുന്നു ആ നദി ഒഴുകുമ്പോൾ ഇരുവശങ്ങളിൽ സസ്യങ്ങൾ ഇങ്ങനെ സ്തോത്രം, മരങ്ങൾ, ഫലഭൂയിഷ്ടമുള്ളതായ മരങ്ങൾ വളർന്നു പോകും. സ്തോത്രം 12 മാസത്തിൽ അത് ഫലമുണ്ടായിരിക്കും. അതിൻ്റെ ഇലയാണ് എസെക്കിയേൽ പറയുന്നു രോഗശാന്തിക്ക് ഉതകം. സ്തോത്രം. അത് എസെക്കിയേൽ പറയുന്നു ഇലയിൽ രോഗശാന്തിയുണ്ട്. ഇരമ്യാവ് പറയുന്നു ബാം ഓഫ് ഗിലിയാദിൽ രോഗശാന്തിയുണ്ട്. ഓ യെശയ്യാവ് പറയുന്നു അത്തിപ്പഴ കട്ടയിൽ രോഗശാന്തിയുണ്ട്. ഓ താങ്ക് ഗോഡ് ഫോർ ദ മെഡിസിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന സകല ഡോക്ടർമാരുടെ വിരലുകളിലും അവിടെ കരത്തിലും യഹോവ റാഫയുടെ അനോയിന്റിംഗ് ദൈവകൃപയാൽ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ഈ പട്ടണത്തിന്, ഈ രാജ്യത്തിന്, ഈ തലമുറയ്ക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ.
സ്തോത്രം. അതെ, ദൈവം സൗഖ്യത്തിൻ്റെ ദൈവം. എസെക്കിയേൽ 34:4 വായിച്ചാട്ടെ. എസെക്കിയേൽ 34:4 വായിക്കുമ്പോൾ ഗെയിൻ സ്തോത്രം ദൈവ ജനമാകുന്നതായ ആട്ടിൻകൂട്ടത്തെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു. നോക്കിയേ, നിങ്ങൾ ബലഹീനമായതിനെ 34:4 എസെക്കിയേൽ, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തുകയോ കാണാതെ പോയതിനെ അന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു. ദൈവമില്ലാത്തതായ ദൈവസ്നേഹമില്ലാത്ത ഇടയന്മാരെ കുറിച്ചാണ് പറയുന്നത്. സ്തോത്രം. നോക്ക്, ദൈവസ്നേഹമില്ലാത്ത ഇടയന്മാർ, കഠിന ഹൃദയത്തിൽ ജീവിക്കുന്നവർ, മറ്റുള്ളവനെ വിധിച്ചും മറ്റുള്ളവനെ ശകാരിച്ചും മറ്റുള്ളവനെ ശപിച്ചും ജീവിക്കുന്ന ദൈവസ്നേഹമില്ലാത്ത ഇടയന്മാർ എല്ലാ കാലത്തുമുണ്ട്, ഇന്നുമുണ്ട്. മറ്റുള്ളവരെ വിമർശിക്കാൻ നിനക്കെന്ത് അധികാരം? മറ്റുള്ളവനെ കുറ്റം പറയാൻ നിനക്കെന്ത് അധികാരം? നിങ്ങളെ ഭരിപ്പാൻ ദൈവം എന്നെ വിളിച്ചിട്ടില്ല, നിന്നെ വിധിപ്പാൻ ദൈവം എന്നെ വിളിച്ചിട്ടില്ല. പകരം ഈ സ്നേഹ പുസ്തകം അനുസരിച്ച് നിങ്ങളെ പാലിപ്പാനും നയിക്കാനേ ദൈവം എന്നെ വിളിച്ചിട്ടുള്ളൂ. ഹല്ലേലൂയ. ദൈവസ്നേഹം വെളിപ്പെട്ടാൽ കേൾക്കണമേ, നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം. സഭയുടെ ശുശ്രൂഷയാണ്, പുതിയ നിയമസഭയുടെ ശുശ്രൂഷയാണ്. ദീനം പിടിച്ചതിനെ വഴിയിൽ കളഞ്ഞല്ല പോകേണ്ടത്, ദീനം പിടിച്ചതിനെ ശുശ്രൂഷിക്കണം. കേട്ടവൻ ആമേൻ പറഞ്ഞാട്ടെ. Come on, hallelujah. അവൾ പെർഫെക്റ്റ് അല്ല, അവൻ പെർഫെക്റ്റ് അല്ല, അവര് പെർഫെക്റ്റ് അല്ല. നോ, അതിനുവേണ്ടി ദൈവം നിന്നെ വിളിച്ചിട്ടില്ല. പകരം സ്തോത്രം, അതേ മുറിവേറ്റതിനെ ശക്തീകരിപ്പാൻ, മുറിവ് കെട്ടുവാൻ ദൈവം സഹായിക്കട്ടെ. സ്തോത്രം. ഏറ്റവും പ്രസിദ്ധമായ ഉപമയാണ് നല്ല ശമര്യക്കാരൻ്റെ ഉപമ. നിങ്ങൾക്കറിയാം, ലൂക്കോസ് 10:30. കള്ളന് ഒരു ശുശ്രൂഷയുണ്ട്, അതുപോലെ നല്ല ശമര്യക്കാരനും ശുശ്രൂഷയുണ്ട്. ഒരിക്കൽ കൂടെ, കള്ളന് ഒരു ശുശ്രൂഷയുണ്ട്, നല്ല ശമര്യക്കാരനും ശുശ്രൂഷയുണ്ട്. പാരൽ ഈ രണ്ട് ശുശ്രൂഷ ഇന്ന് സ്തോത്രം നടന്നുകൊണ്ടിരിക്കുന്നു. കള്ളൻ എന്താ ചെയ്യുന്നത്? കള്ളൻ സ്തോത്രം നിന്നെ പിടിച്ച് നിന്റെ തുണി അഴിച്ച് അതേ മുറിവേൽപ്പിച്ച് വഴിയിൽ കളഞ്ഞേച്ചു പോകും. കള്ളൻ നിന്റെ കൂടെ കൂടി തുണി അഴിപ്പിച്ച് മുറിവേൽപ്പിച്ച് വഴിയിലിട്ടേച്ചു പോകുമ്പോൾ നല്ല ശമര്യക്കാരൻ നിന്നെ കണ്ട് മനസ്സലിഞ്ഞ് നിന്റെ അരികിലേക്ക് വന്ന് നിന്നെ മുറിവ് കെട്ടി എത്തിക്കേണ്ട സ്ഥാനത്ത് നിന്നെ എത്തിക്കും. ഏറ്റെടുക്ക സഭയെ. എന്താ അപ്സെറ്റായ? ഏറ്റെടുക്ക്. നിന്റെ വാക്കുകൊണ്ടാകട്ടെ, നിന്റെ പ്രവൃത്തി കൊണ്ടാകട്ടെ, മറ്റൊരുത്തൻ മുറിവേൽക്കല് അത് നിർബന്ധമാണ്. തുറന്നു പറയട്ടെ, കുറ്റസമ്മതമായി തുറന്നു പറയട്ടെ, കുമ്പസാരപ്പെട്ടി അല്ലെങ്കിൽ തുറന്നു പറയട്ടെ. ഇമ്മച്ചുരുട്ടിയിൽ നീയും ഞാനും പല അബദ്ധങ്ങൾ കാണിച്ചിട്ടുണ്ട്. കാരണം അപ്പോസ്തലൻ പറയുന്നത് പോലെ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, പുരുഷനായ ശേഷമോ ശിശുവിനുള്ള ഇമ്മച്ചുരുട്ടിയെ വിട്ടുകളഞ്ഞു. നിർബന്ധമാണ് ഈ തലമുറയിൽ, നിർബന്ധമാണ്. എൻ്റെ മുൻപിൽ വരുന്ന ഒന്ന് പോലും മുറിവേറ്റമടങ്ങാൻ പാടില്ല. നാല് പേരെ തൊട്ട് പെട്ടെന്ന് പറഞ്ഞേ, മുറിവ് കെട്ടുവാൻ മറന്നു പോകല്ലേ. പെട്ടെന്ന് പറഞ്ഞേ, മുറിവ് കെട്ടുവാൻ മറന്നു പോകല്ലേ. ഇന്ന് രാത്രി ഒരു ഇമ്പാർട്ടേഷൻ നിന്റെ മേൽ ദൈവം പകരുന്നുണ്ട്. ഞാൻ ചുമ്മാതല്ല ഈ ദൂതെടുത്തത്. ഇന്ന് രാത്രി ദൈവകൃപയാൽ ഞാൻ കണ്ടു 2 തരത്തിലുള്ള വസ്തുക്കൾ ഒരുമിച്ച് ഒഴുകി ജനത്തിന്റെ തലയിൽ വീഴുന്നത്. സ്തോത്രം. ഞാൻ ചോദിച്ച അപ്പ അതെന്താണ്? എൻ്റെ കർത്താവ് പറഞ്ഞത് ഈ എണ്ണയാണ്. ഒന്ന് എണ്ണയാണ്, മറ്റത് വീഞ്ഞാണ്. വീഞ്ഞാണ്. കമാൻ, ഏറ്റെടുക്ക്. മുറിവേറ്റിരിക്കുന്ന പട്ടണങ്ങൾക്ക്, ദേശങ്ങൾക്ക്, രാജ്യങ്ങൾക്ക് മുറിവ് കെട്ടുവാൻ the combination of oil and wine. ഓയിൽ ആൻഡ് വൈൻ. എണ്ണയും വീഞ്ഞും പറഞ്ഞിരുന്ന മക്കളെ എല്ലാവരും പറഞ്ഞ്, എണ്ണയും വീഞ്ഞും. ഒരിക്കൽ കൂടെ, എണ്ണയും വീഞ്ഞും. ഇൻ ജീസസ് നെയിം. ഈ തലമുറയിൽ നിന്റെ ശബ്ദം മറ്റൊരാളുടെ ചെവിയിൽ വീഴുമ്പോൾ തന്നെ അവർ പറയട്ടെ, അയ്യോ എന്തൊരു തണുപ്പ്. ഓ ഖമാൻ. യേശുവിന്റെ നാമത്തിൽ മറ്റൊരാൾ പറയട്ടെ, എന്തൊരാശ്വാസം. ഒത്തിരി പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി സഭകളിൽ പോയിട്ടുണ്ട്, ഒത്തിരി ദൈവമക്കളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ വരുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം, ഇവിടെ വരുമ്പോൾ ലഭിക്കുന്ന തണുപ്പ്,
സഹോദരിയെ നിന്നെ കാണുമ്പോൾ ലഭിക്കുന്ന ആശ്വാസം, സഹോദരനെ നിന്നെ കാണുമ്പോൾ ലഭിക്കുന്ന തണുപ്പ്. ഓയിൽ ആൻഡ് വൈൻ, ഓയിൽ ആൻഡ് വൈൻ. സ്തോത്രം. അത് അഭിഷേകമാണ്, അത് മാജിക് അല്ല. അത് ഒരു ലൈബ്രറിയിൽ നിന്നും കിട്ടത്തില്ല, ഒരു സംഘടനയ്ക്ക് നിന്നിൽ പമ്പ് ചെയ്ത് കേട്ടാൻ കഴിയത്തില്ല. അത് സ്വർഗത്തിൽ നിന്ന് മാത്രമേ വരത്തുള്ളൂ. ഇന്ത്യൻ ചർച്ചിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ബ്രദർ DGS ദിനകരന്റെ അവസാനത്തെ ഓപ്പൺ എയർ പ്രസംഗം ഈ പട്ടണത്തിലായിരുന്നു. ഫെബ്രുവരി മാസം 2-ാം ആഴ്ച, അതിന്റെ അവസാന ദിവസം പ്രിസൈഡ് ചെയ്തവനാ ഈ ഉള്ളവൻ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊരു പുതപ്പിന്റെ കൈമാറ്റം എന്ന് തോന്നുന്നെങ്കിൽ യാദൃച്ഛികമല്ല. ആ മീറ്റിങ്ങിന് വേണ്ടി സ്തോത്രം പുറപ്പെടുമ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഒരു സഹോദരൻ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷെ ഇതുവരെ കരഞ്ഞിട്ടില്ല. കഠിന ഹൃദയനാണ് ഞാൻ, എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ ഭയങ്കര ആഗ്രഹം, പക്ഷേ എനിക്ക് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ബ്രദർ പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഇവന് കരഞ്ഞ് പ്രാർത്ഥിക്കാൻ കൃപ കൊടുക്കണേ. ഒന്നും നടന്നില്ല. വന്നതുപോലെ ചിരിച്ചു വന്നു, ചിരിച്ചു പോയി. കരഞ്ഞ് പ്രാർത്ഥിക്കാൻ സ്തോത്രം കൃപ കിട്ടണേ. സ്തോത്രം. അവസാനത്തെ ദിവസം മീറ്റിംഗ് ഞാൻ പ്രിസൈഡ് ചെയ്ത് ബ്രദർ ദിനകരൻ ഗംഭീരമായി പ്രസംഗിച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്ന ആ ദൂതിൻ്റെ ചില പോയിന്റ്സ്. ഗോഡ് ബിക്കം സിൻ. ദൈവം പാപം ആയി, ദൈവം ശാപം ആയി. നീ നീതീകരണം പ്രാപിപ്പാൻ ദൈവം പാപം ആയി, നീ അനുഗ്രഹം പ്രാപിപ്പാൻ ദൈവം ശാപം ആയി. ബ്യൂട്ടിഫുൾ മീറ്റിംഗ് കഴിഞ്ഞ് താഴെ ഇറങ്ങുമ്പോൾ നേരത്തെ പ്രാർത്ഥിച്ച 2 ദിവസം മുമ്പ് പ്രാർത്ഥിച്ചവർക്ക് നിലവിളിച്ച് കണ്ണുനീരൊഴുക്കി, ഷർട്ടും സ്തോത്രം മുഖവും എല്ലാം ഒക്കെ കരഞ്ഞ് താൻ പറഞ്ഞു, സ്തോത്രം. ആ അങ്കിള് കരയുന്ന കണ്ണുകളെ. ആ ഗാനം പാടി തുടങ്ങുമ്പോ തന്നെ എന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. പരിസരം മറന്ന് ഞാൻ കരയാൻ തുടങ്ങി. അതിന്റെ പേരാണ് അഭിഷേകം. ഏറ്റെടുക്കണം. നീ ചലിക്കുമ്പോൾ അഭിഷേകം ചലിക്കും. നിന്റെ ശബ്ദത്തിങ്കൽ ദൈവശക്തി വ്യാപരിക്കും. നിന്റെ ശബ്ദം കേൾക്കുന്നവിടെ മുറിവുകൾ കെട്ടപ്പെടും. നിന്റെ ശബ്ദ പരിധിക്കുള്ളിലിരിക്കുന്നവരുടെ രോഗങ്ങൾ മാറും. അവൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. ഹല്ലേലൂയ. സ്തോത്രം. യേശു കർത്താവിലേക്ക് നോക്കിയാട്ടെ. സകല ശുശ്രൂഷയെ മാതൃക കർത്താവായ യേശുവാണ്. എബ്രായലേഖനം 3:1 പറയുന്നു, ഹി ഈസ് ദ സ്തോത്രം. അതെ, അവൻ അപ്പോസ്തലനാണ്, അവൻ പ്രവാചകനാണ്. എബ്രായർ 12:1 പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവൻ യേശുവാണ്. 2 വാക്യങ്ങൾ ഒരുമിച്ച് സ്തോത്രം കമ്പയർ ചെയ്യുമ്പോൾ എന്റെയും നിന്റെയും റോൾ മോഡൽ, പരാജയമില്ലാത്ത സകല ശുശ്രൂഷയുടെയും റോൾ മോഡൽ കർത്താവായ യേശുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ അപ്പോസ്തലൻ യേശുവാണ്. ലോകം കണ്ട ഏറ്റവും ശക്തനായ പ്രവാചകൻ യേശുവാണ്. ഏറ്റവും സക്സസ്ഫുള്ളായ സുവിശേഷകൻ യേശുവാണ്. വലിയ ഇടയൻ യേശുവാണ്. ലോകം കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ടീച്ചർ യേശുവാണ്. ഹല്ലേലൂയ. സോ യേശുവിൻ്റെ രോഗശാന്തി ശുശ്രൂഷയിലേക്ക് നോക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, യേശുവിൻ്റെ അനോയിന്റിംഗ് നോക്കിയാട്ട്, യേശുവിൻ്റെ അഭിഷേകം നോക്ക്. അപ്പോസ്തലപ്രവൃത്തി 10:38 വായിക്കുമ്പോൾ, ഹൗ ഗോഡ് അനോയിന്റഡ് ജീസസ് ക്രൈസ്റ്റ് ഓഫ് നാസറേത്ത്. പിതാവായ ദൈവം നസ്രേന യേശുവിനെ പരിശുദ്ധ ആത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. പിതാവായ ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തു. എന്താ സംഭവിച്ചത്? ദൈവം യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സെക്കൻഡ് പാർട്ട് വേഗത്തിൽ നോക്കിയാട്ടെ. ദൈവം അവനോട് കൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് നടന്നു. ഒക്കെയും സൗഖ്യമാക്കിക്കൊണ്ട് നടന്നു. ഒക്കെയും എന്ന് പറഞ്ഞാൽ all kinds of sickness and diseases. Come on, all kinds of sickness and diseases. All kinds of sickness and diseases.
ഇത് പല ആംഗിളിൽ ഞാൻ പാസ്റ്റേഴ്സിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ക്രൈസ്റ്റ് സെന്ററിനെ നോക്കി അല്പം അസൂയയില്ലാതെ ദൈവകൃപയാൽ പറയട്ടെ, all kinds of sickness and diseases. തുമ്മപ്പനി തുടങ്ങി മരണകരമായ രോഗങ്ങൾക്ക് വരെ മാറി നിൽപ്പാൻ കഴിയത്തില്ല. ലൂക്കോസ് സുവിശേഷം 10-ാം അധ്യായം, again മത്തായി സുവിശേഷം 9-10 അധ്യായം. അവിടെ വേദപുസ്തകം പറയുന്നു 70 പേരെ കർത്താവ് പറഞ്ഞയച്ചു. പിന്നെ 12 ആദ്യം 12 പേരെ പറഞ്ഞയച്ചു, പിന്നെ 70 പേരെ പറഞ്ഞയച്ചു. 12 പേരെ പറഞ്ഞയച്ചപ്പോഴും 70 പേരെ പറഞ്ഞയച്ചപ്പോഴും വേദപുസ്തകം ആവർത്തിച്ച് പറയുന്നു, സകല ദീനങ്ങളെ പൊറുപ്പിപ്പാൻ. സകല ദീനങ്ങൾ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. അയ്യോ, ചിലത് മാത്രമേ നടക്കത്തുള്ളൂ, ചിലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ. നോ, ശകലമല്ല, സകലതും. ഓ, നിങ്ങൾക്ക് വേണ്ടേ? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കൊണ്ടുപോകാം. Come on. രണ്ട് മിനിറ്റ് വാ തുറന്ന് കരങ്ങൾ അടിച്ച് അന്യഭാഷ പറഞ്ഞ് ഏറ്റെടുക്കത്. അഭിഷേകമുണ്ടോ? അവിടെ രോഗശാന്തിയുണ്ട്. നീ അഭിഷേകം ചുമക്കുന്നവനോ, നീ സൗഖ്യവും ചുമക്കുന്നുണ്ട്. നീ എവിടെ കടന്നു പോയാലും സകല രോഗികളും in the name of Jesus. അത് അസ്ഥിയാകട്ടെ, അത് മജ്ജകളുടേതാകട്ടെ, അത് മാംസത്തിൻ്റെതാകട്ടെ, അത് മസിലിൻ്റെതാകട്ടെ, അത് ത്വക്കിൻ്റെതാകട്ടെ, അത് ഞരമ്പിൻ്റെതാകട്ടെ, ഏത് വിധത്തിലുള്ള ഏത് രോഗമാണെങ്കിലും കർത്താവ് നിനക്ക് അധികാരം അതിന്മേൽ തന്നിരിക്കുകയാണ്. Hallelujah. Hallelujah. Come on, ഇത് ആരെങ്കിലും വേറെ ആരെങ്കിലും പഠിപ്പിച്ചാൽ, വേറെ ആരെങ്കിലും ഇന്ന് രാത്രി പ്രസംഗിച്ചാൽ, ഈ ഗ്രൗണ്ടിലൊന്ന്, ഈ ഹാളിലൊന്ന് നൃത്തം ചെയ്ത് ആരാധിച്ചാൽ കൊള്ളാമായിരുന്നു. In the name of Jesus, as much as possible. എത്രത്തോളം ദൈവാത്മാവിൽ നിറയപ്പെടാമോ, എത്രത്തോളം അധികാരത്തിൽ നിറയപ്പെടാമോ. കേട്ടില്ല, 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 കേട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ സൗഖ്യത്തിന്റെ സൈന്യമായി ഈ കോൺഗ്രിഗേഷനെ ഇന്ന് രാത്രി മോൾഡ് ചെയ്തിട്ടിരിക്കുകയാണ്. Oh, God's got an army marching through the land. Deliverance is their song. Healing in their hand. Healing in their hand. Healing in their hand. Healing in their hand. അഞ്ചാമത്തെ പ്രാവശ്യം ഒരിക്കൽ കൂടെ, ഹീലിംഗ് ഇൻ देयर ഹാൻഡ്. ഈ രാത്രി ഒരു അഗ്നി അനുഭവിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കരങ്ങളിലൂടെ ഒരു ശക്തി വ്യാപരിക്കുന്ന അതനുഭവിക്കുന്നെങ്കിൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ. നീ തൊട്ടാലും സൗഖ്യമുണ്ട്, നിന്നെ തൊട്ടാലും സൗഖ്യമുണ്ട്. Yes, Holy Spirit. Yes, Holy Spirit. Yes, Holy Spirit. അനുഭവങ്ങളുടെ കലവറകൾ തുറക്കട്ടെ. അനുഭവങ്ങളുടെ കലവറകൾ തുറക്കട്ടെ. Come on, come on, come on. അനുഭവങ്ങളുടെ കലവറകൾ തുറക്കട്ടെ. അനുഭവങ്ങളുടെ കലവറകൾ തുറക്കട്ടെ. അനുഭവങ്ങളുടെ കലവറകൾ തുറക്കട്ടെ. അനുഭവങ്ങളുടെ കലവറകൾ തുറക്കട്ടെ.
സകല രോഗങ്ങൾ, സകല രോഗങ്ങൾ. This is the key. This is the secret. ഇതാണ് ആ രഹസ്യം. എത്രത്തോളം അഭിഷേകത്തിൽ നീ നിറഞ്ഞിരിക്കുന്നു, അത്രത്തോളം അധികാരം ഉന്നതമായിരിക്കും. ആഹാ 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 ആഹാ. 90% അല്ല ആൻറ്റി, 80% അല്ല, 99 അല്ല, 100% the Holy Spirit. Baba Shata Sokola Hastini Hantarariacha. Yes, yes, yes. കാരണം യേശു കർത്താവ് സകല ദീനങ്ങളെ മേല് അധികാരം നൽകിയത് അളവില്ലാത്ത ഒരു അഭിഷേകത്തിന്റെ ഉടമസ്ഥനായിരുന്നു ആണ് യേശു. ആ ദൈവദാസനെ പോലെ, ആ മിനിസ്ട്രിയെ പോലെ, മറ്റവരെ പോലെ, പഴയ നിയമത്തിലെ ഏലിശായെ പോലെ നോ വേ. യോഹന്നാൻ 3:34 പറയുന്നു, ദ അനോയിന്റിംഗ് വിത്തൗട്ട് എനി മെഷർ, അളവില്ലാത്ത അഭിഷേകം. യോഹന്നാൻ 3:34 നോക്ക്. യോഹന്നാൻ 3:34 ദൈവം അയച്ചവൻ ദൈവത്തിന്റെ വചനം പ്രസ്താവിക്കുന്നു. അവൻ, അതായത് യേശു, ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. എലീശായെ പോലെ ഇരട്ടിപ്പങ്ക് തരണമേ എന്ന് ആരേലും പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി റേഷൻ കട മാറിയിരിക്കുന്നു. ഓ, മനസ്സിലായില്ല, ഞാൻ പോവാ. മനസ്സിലായില്ല, ഞാൻ പോവാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എലീശായെ പോലെ ഇരട്ടിപ്പങ്ക് നോവേ. അത് പഴയ നിയമത്തിൽ അളവില്ലാത്ത അനോയിന്റിംഗിലേക്ക്. അന്യഭാഷകൾ ദൈവത്തെ സ്തുതിക്കാർക്കല് ഏറ്റെടുക്കണം. ഇത് പറയാനേ എനിക്ക് അറിയാത്തുള്ളൂ. ഈ സെഷന് ലൈഫിനെ മാറ്റുന്ന, അവസ്ഥകളെ മാറ്റുന്ന, അളവില്ലാത്ത അഭിഷേകം. യെശയ്യാവ് അത് കണ്ടു. യെശയ്യാ പ്രവചനം 61 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ, യെശയ്യാ 61 1 മുതൽ 3 വരെ the messianic anointing വീണ്ടും ആവർത്തിക്കുന്നു. ലൂക്കോസ് സുവിശേഷം 4 അധ്യായം 18 വാക്യം, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ, ബദ്ധന്മാർക്ക് വിടുതൽ കൊടുക്കുവാൻ, കുരുടന്മാർക്ക് കാഴ്ച കൊടുപ്പാൻ, വിഷണ്ണ മനസ്സിന് സ്തുതിയാം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാറ നൽകാൻ 9 കാര്യങ്ങൾ പറയുന്നു. 9 കാര്യങ്ങൾ പറയുന്നു. അതിൽ 8 കാര്യം പ്രവൃത്തിയും, 1 കാര്യം വചനവും. അർത്ഥം, നീ എവിടെ കയറി നിൽക്കോ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. ഏത് പാരമ്പര്യ പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗിച്ചാൽ, ഏത് പെന്തിക്കോസ് മീറ്റിങ്ങിന് നീ പോയാലും, സ്തോത്രം, ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ, കർത്താവ് ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കും. അളവില്ലാത്ത അഭിഷേകം യേശുവിന്മേൽ ഉണ്ടായിരുന്നു. ആ അഭിഷേകം ചുമക്കാൻ ദൈവം തന്നെ വിളിച്ചിരിക്കുന്നു. I am the Lord. ചേർന്ന് പാടിക്കേ. That healed thee. I am the Lord, your healer. I am the Lord that healed thee. I am the Lord, your healer. I set my word and heal your disease. I am the Lord, your healer. I send my word and heal your disease. I am the Lord, your healer. എല്ലാ മലയാളിയും പാടിക്കേ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ.
Listen on my child. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവ്. കരങ്ങൾ ഉയർത്തി. ഞാൻ നിന്നെ സൗഖ്യദായകൻ. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. ഇരുകരങ്ങൾ ഉയർത്തി. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. പഠിക്കേ. നീ എന്നെ സൗഖ്യമാക്കും കർത്താവ്. നീ എന്റെ സൗഖ്യദായകൻ. നീ എന്റെ സൗഖ്യമാക്കും കർത്താവ്. നീ എന്റെ സൗഖ്യദായകൻ. നിൻ വചനത്തിൻ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം സംഭവിക്കുന്നു. ഇരുകരങ്ങളെ ഉയർത്തി. നിൻ വചനത്തിൻ ആജ്ഞയാ ഞാനിപ്പോൾ സൗഖ്യം കരങ്ങളെ ഉയർത്തി. നന്ദി യേശുവേ, നന്ദി യേശുവേ. പറഞ്ഞേ. നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ, നന്ദി യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗം കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവ്. ഞാൻ നിന്റെ സൗഖ്യദായകൻ. ഒരിക്കൽ കൂടെ എല്ലാവരും ചേർന്ന്. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്താവ്. യേശുവേ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. കരങ്ങൾ ഉയർത്തി പ്രാപിച്ചേ. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കാം. കമോൺ, കരങ്ങളെ ഉയർത്തി ഏറ്റെടുത്തേ. മാതാപിതാക്കളുടെ വിശ്വാസത്താൽ കുഞ്ഞുങ്ങൾ സൗഖ്യമാകട്ടെ. ഭർത്താവിൻ്റെ വിശ്വാസത്താൽ ഭാര്യ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളുടെ വിശ്വാസത്താൽ മാതാപിതാക്കൾ സൗഖ്യമാകട്ടെ. നിറയുന്നു, നിറയുന്നു, നിറയുന്നു.
Lehaboshatala Mahasenianto Ramsikitini Hautulono Mahose Ramshakamana Hedorubohosha Lembrakama Hestana Rakiniandu. Can you Bacha Marano? Come on, take it. Come on, take it. Come on, take it. Come on, receive that. Jesus, Jesus, Jesus. ഇതൊരു ടീച്ചിങ് സെഷൻ മാത്രമല്ല, ഇതൊരു ഡെമോൺസ്ട്രേഷൻ സെഷൻ കൂടെയാണ്. ഡെമോൺസ്ട്രേഷൻ സെഷൻ കൂടിയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യെസ് 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 യെസ്. മിറക്കിൾസ്, മിറക്കിൾ ഹീലിംഗ്, മിറക്കിൾ ഹീലിംഗ്, ഡിവൈൻ ഹീലിംഗ്, അത്ഭുത സൗഖ്യം ഇൻ ജീസസ് നെയിം. അസ്ഥിയിൽ, മജ്ജയിൽ, ത്വക്കിൽ, ഓരോ ആന്തരിക അവയവങ്ങളിൽ സൗഖ്യം 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 സംഭവിക്കുന്നു. ചിലർ ആരാധിക്കുമ്പോൾ അവിടെ ചുറ്റും നിൽക്കുന്നവർ സൗഖ്യം പ്രാപിക്കുന്നു. ചിലർ മേൽ നിവർത്തിയ കുട പോലെ, നിവർത്തിയ കുട പോലെ, നിവർത്തിയ കുട പോലെ ദൈവമഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. അഞ്ച് മിനിറ്റ് കൊണ്ട് സൗഖ്യം എങ്ങനെ നിങ്ങളിലൂടെ വ്യാപരിക്കുന്നു, അല്ലെങ്കിൽ ദൈവ സൗഖ്യത്തിന് വേണ്ടി ദൈവം നിങ്ങളെ എങ്ങനെ ഉപയോഗിക്കുന്നു. യെസ് 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 യെസ്. കം ഓൺ, റിസീവ് ദാറ്റ്. യെസ് യെസ്. രാത്രി ഒന്നും പറഞ്ഞില്ലെങ്കിലും ചെയ്യേണ്ടത് മുഴുവൻ കർത്താവ് ചെയ്യുവാൻ നിങ്ങളെ ഒരുക്കുകയാണ്. Come on people. Come on people. ലാഖുബു ഹസ്തന റഹിമിനി ഹാന്തലനി യാസി. കുട്ടികളെല്ലാവരും വാ തുറന്ന് മക്കളെ നന്നായി. യെസ് യെസ്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക. ദൈവം അതിനെ നിറയ്ക്കട്ടെ. Come on boys, നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ. ലോകം കണ്ട ഏറ്റവും വലിയ രോഗശാന്തി ശുശ്രൂഷകന്റെ അടുക്കൽ നിങ്ങൾ പോയാൽ, മീനിങ് യേശുവിൻ്റെ അരികിൽ നിന്നാൽ എന്നൊക്കെ ഒന്നാമതായി നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന തൻ്റെ അടുക്കൽ വന്ന ആയിരക്കണക്കിന് ജനത്തെ യേശു പറഞ്ഞ് സൗഖ്യമാക്കി. യേശു പറഞ്ഞ് സൗഖ്യമാക്കി. യേശു പറഞ്ഞ് സൗഖ്യമാക്കി. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ഒരു ദൂതൻ ഇറങ്ങി വന്ന് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് നിന്റെ നാവിനെ തൊട്ട്, ഒരു തീക്കനലെടുത്ത് നിന്റെ നാവിനെ തൊട്ട്, ഒരു തീക്കനലെടുത്ത് നിന്റെ നാവിനെ തൊട്ട്. അനേകരെ പറഞ്ഞ് സൗഖ്യമാക്കാൻ, അനേകരെ പറഞ്ഞ് സൗഖ്യമാക്കാൻ.
നീ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രിയേറ്റീവ് മിറക്കിൾസ് വരെ ഉണ്ടാകട്ടെ. ഇല്ലാത്ത അവയവങ്ങൾ സൃഷ്ടിക്കപ്പെടട്ടെ. ജീവൻ വ്യാപരിക്കട്ടെ. കുഴപ്പങ്ങൾ മുഴുവൻ അഴിഞ്ഞു മാറട്ടെ. ഇത്രയുള്ള സന്തോഷം കരങ്ങളെ അടിച്ചൊന്ന് ഏറ്റെടുത്ത് അവൻ പറയുമ്പോൾ യേശു കർത്താവ് പറഞ്ഞപ്പോൾ രോഗികൾ സൗഖ്യമായി. നിന്റെ മുൻപിൽ അത് സംഭവിക്കും. നമ്പർ 2 നോക്കിയേ. രണ്ടാമത് പത്രോസിൻ്റെ അമ്മായിയമ്മ രോഗിയായി കിടന്നു. ലൂക്കോസ് 4:39 അവൻ കുനിഞ്ഞു നോക്കി ജ്വരത്തെ സൗഖ്യമാക്കി. അവൻ കുനിഞ്ഞു നോക്കി ജ്വരത്തെ ശാസിച്ചു. ഒരിക്കലും നീ നോക്കുമ്പോൾ നിന്റെ നോട്ടത്തിൽ പോലും ശക്തിയുണ്ടായിരിക്കും. പ്രാപിച്ച് വീണ്ടും ലൂക്കോസ് 4:40 പറയുമ്പോഴും നോക്കുമ്പോഴും മാത്രമല്ല. ലൂക്കോസ് 4:40 യേശു കൈവച്ചു. അക്കരങ്ങളൊന്ന് കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കരങ്ങളിൽ ദൈവിക രോഗശാന്തിയുണ്ട്. ഒരിക്കൽ കൂടെ, ഈ കരങ്ങളിൽ ദൈവിക രോഗശാന്തിയുണ്ട്. ഈ കരങ്ങൾ വയ്ക്കുമ്പോൾ മാരക രോഗങ്ങൾ അപ്രത്യക്ഷമാകാൻ പോകുന്നു. ഒരു ഹെവിയായി കർത്താവ് ചെയ്യുക. കരങ്ങൾ ഉയർത്തി അന്യഭാഷകൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ പല അനുഭവങ്ങൾ ഇപ്പോൾ നിങ്ങൾ പ്രാപിക്കുകയാണ്. റിസീവ് ദാറ്റ്. യേശു പറഞ്ഞപ്പോൾ, യേശു നോക്കിയപ്പോൾ, യേശു തൊട്ടപ്പോൾ ലൂക്കോസ് 6:19 പറയുന്നു, സ്തോത്രം, യേശുവിനെ തൊട്ടവരൊക്കെയും സൗഖ്യമായി. സൗഖ്യദായകനായ കർത്താവ് നിന്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് നിന്നെ തൊട്ട് പോലും ജനം സൗഖ്യമാകും. മർക്കോസ് 6:56 പറയുന്നു, ഊരുകളിലോ പട്ടണങ്ങളിലോ കുടികളിലോ അവൻ ചെന്നിടത്തൊക്കെ മാർക്കറ്റ് പ്ലേസസിൽ, ചന്ത സ്ഥലങ്ങളിൽ രോഗികളെ കൊണ്ടു ചെന്ന് വച്ചു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊടേണ്ടതിന് അപേക്ഷിച്ചു. യേശുവിൻ്റെ വസ്ത്രം തൊട്ടപ്പോൾ രോഗികൾ സൗഖ്യമായി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. 5-ാമത്തെ ചാനൽ, നീ ധരിക്കുന്ന വസ്ത്രം, നീ സഞ്ചരിക്കുന്ന വാഹനം, നീ കിടക്കുന്ന കിടക്ക, അതിലൂടെയൊക്കെ നീയുമായി എന്തിനൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുമോ അവിടെയെല്ലാം ശക്തി വ്യാപരിക്കും.
യേശു പറഞ്ഞപ്പോൾ, യേശു നോക്കിയപ്പോൾ, യേശു തൊട്ടപ്പോൾ, യേശുവിനെ തൊട്ടപ്പോൾ, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അറമതവൻ നിലത്തു തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി, ചേറ് കുരുടൻ്റെ കണ്ണിൽ പൂശി, ശിലോഹമെന്ന കുളത്തിൽ പോയി കഴുകുക. അവൻ പോയി കഴുകി. ആറാമത് സ്തോത്രം, കുരുടൻ്റെ കണ്ണ് തുറക്കുവാൻ യേശുവിൻ്റെ തുപ്പലിന് പോലും, ഓ കമാൻ, യേശുവിൻ്റെ തുപ്പലിന് പോലും ശക്തി ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കിയത്? അവിടെ ഒരു മാംസപിണ്ഡം മാത്രമേ കാണത്തുള്ളൂ. ഐബോൾ കാണത്തില്ല, കൺമണി കാണത്തില്ല. കർത്താവ് ഒരു ക്രിയേറ്റീവ് മിറക്കിളായിരിക്കും അവിടെ ചെയ്തത്. യേശുവിൻ്റെ നാമത്തിൽ ഇല്ലാത്തതെല്ലാം ക്രിയേറ്റീവ് ആകട്ടെ. 2 മിനിറ്റ് ഞാൻ നിർത്തി. ഇല്ലാത്തതെല്ലാം ക്രിയേറ്റീവ് ആകട്ടെ. എലോഹീം, സൃഷ്ടാവാം ദൈവത്തിന് ഇന്നും സൃഷ്ടിപ്പാൻ കഴിയും. തൈറോയിഡുകൾ ഉൾപ്പെടെയുള്ളത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി നോർമലാകട്ടെ. ഒറ്റ മിനിറ്റ് കൊണ്ട് 2 കാര്യം കൂടെ പറയട്ടെ. അപ്പോസ്തലർ 15:15 പത്രോസ് നടന്നു പോയപ്പോൾ പത്രോസിന്റെ നിഴൽ തട്ടി രോഗികൾ സൗഖ്യമാകുവാൻ യെരൂശലേം പട്ടണത്തിന്റെ തെരുവുകളിൽ രോഗികളെ കൊണ്ടുവന്ന് കിടത്തി. ആദ്യ നൂറ്റാണ്ടിൽ നടന്നത് ഇന്നും ഈ തലമുറയിൽ ആവർത്തിക്കപ്പെടട്ടെ. നിന്റെ നിഴൽ തട്ടി, നിന്റെ നിഴൽ തട്ടി, സഹോദരി സഹോദരന്മാരെ, നിന്റെ നിഴൽ തട്ടി, നീ പോലും അറിയാതെ രോഗികൾ സൗഖ്യമാകട്ടെ. യേശു പറഞ്ഞപ്പോൾ, യേശു പറഞ്ഞപ്പോൾ, യേശു തൊട്ടപ്പോൾ, യേശു പറഞ്ഞപ്പോൾ, യേശു നോക്കിയപ്പോൾ, യേശു തൊട്ടപ്പോൾ, യേശുവിനെ തൊട്ടപ്പോൾ, യേശുവിൻ്റെ വസ്ത്രത്തിൽ, യേശുവിൻ്റെ തുപ്പല്, പത്രോസിൻ്റെ നിഴലില്, 8-മതായി പൗലൂസിൻ്റെ റൂമാല്, പൗലൂസ് തൻ്റെ റൂമാലിനെ കൊടുത്തുവിട്ടപ്പോൾ എഫെസോസ് പട്ടണത്തിൽ ദുരാത്മാക്കൾ വിട്ടുപോയി, രോഗികളെ സൗഖ്യമായി. നിങ്ങൾക്ക് വേണ്ടേ? കമാൻ. പൗലൂസിന്റെ റൂമാലിലൂടെ പോലും അൺയൂഷ്വൽ മിറക്കിൾ, അസാമാന്യമായ കാര്യങ്ങൾ ദൈവം ചെയ്തു.